മലയാളികൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളും കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളുമായി എനിക്കൊപ്പം ചേരുന്നത് സന്തോഷ് വർക്കി എന്ന ആറാട്ടണനാണ്. നമുക്ക് അദ്ദേഹത്തോട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും നേരിട്ട് ചോദിച്ചറിയാം. സന്തോഷേട്ടാ, നമസ്കാരം. ഞാൻ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് വന്നേ ഉള്ളൂ. എനിക്ക് ചോദിക്കാൻ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ എല്ലാ പാർട്ടികളെയും കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രം നെഗറ്റീവ് പറയാൻ പാടില്ല. അത് ഇത് പാർട്ടിയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അസൈനിസ്റ്റ് ഇൻടോളറൻസ് ഭയങ്കരമാണ്. ഞാൻ ഒരു കാലത്ത് EMS, അച്യുത മേനോൻ അല്ലെങ്കിൽ ജ്യോതി ബസു ഇതുപോലത്തെ ഇൻ്റലക്ച്വൽസും നല്ല മനുഷ്യരുണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ന് ആ പാർട്ടിയുള്ള EP ജയരാജ് പോലെ ആൾക്കാരാണ്. അതിനെ വിമർശിച്ചപ്പോൾ ഇവർ പറയുകയാണ് ഇന്നോവ കാറിൽ വീട്ടിൽ വന്ന് അറ്റാക്ക് ചെയ്യുമോ. കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സംഘികൾക്ക് വർഗീയവാദമുണ്ട്, പക്ഷെ അവർക്ക് വികസനം കൊണ്ടറിയാം. കോൺഗ്രസിന് ഐക്യമില്ല, അഴിമതിയുണ്ട്. ഇതെല്ലാം ഞാൻ പറയണം. അവരാരും ഇല്ലാത്ത പ്രശ്നമാണ് ഇവരുണ്ടാക്കണം. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ ഇന്നോവ കാറിൽ വന്ന് അറ്റാക്ക് ചെയ്യും എന്ന് ആറട്ടണനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ അത് കാലാകാലങ്ങളായിട്ട് പലരും പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശരിക്കും അങ്ങനെ ഒരു ഭീഷണി വന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭീഷണി വന്നു? സത്യം പറയണം. ഫോണിൽ വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ആരെങ്കിലും പറ്റിക്കാൻ പറഞ്ഞായിരിക്കില്ലേ? അയച്ചിട്ടുണ്ട്. ഇവർ പല അന്വേഷിച്ചിട്ടുണ്ട് എന്നെ കുറിച്ച്. ഇന്നോവ കാറിൽ വരും എന്നൊക്കെ പറയുന്ന ആരെങ്കിലും പറ്റിക്കാൻ പറഞ്ഞായിരിക്കും, ചിലപ്പോൾ അണ്ണനെ പറ്റിക്കാൻ വേണ്ടി. ഭയങ്കര ഇൻടോളറൻസ് ആണ്. ഇവരെ കുറിച്ച് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതുവരെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭാവിയാണ്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് സ്നേഹം കൊണ്ട് പറഞ്ഞത്. അത് പഴയ ലാലേട്ടൻ, പുതിയ ലാലേട്ടൻ. പഴയ ലാലേട്ടൻ ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്ക് അറിയില്ല. അതുപോലെ നമുക്കറിയാം ഈ നല്ല ഭയങ്കര ക്വാളിറ്റിയുള്ള ആൾക്കാരായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പറഞ്ഞാൽ വെറും ഗുണ്ടകളും അഴിമതിക്കാരാണ് ഈ പാർട്ടിയിലുള്ളത്. ഇപ്പോൾ ആകെ എടുത്ത് പറയണം P. രാജുവിന് പോലെ കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കി എല്ലാം കണക്കാണ്. P. രാജു മുഖ്യനായ പിണറായി പോലും ശരിയല്ല. പിണറായി വിജയൻ പോലും ഒരു ഗുണ്ടായിസ്, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഗുണ്ടായിസോ അഴിമതിയുടെ ആളാണ്. ഇപ്പോൾ ജെന്യൂനായിട്ട് ലീഡേഴ്സ് കമ്മ്യൂണിസ്റ്റിൽ വളരെ കുറവാണ്. പണ്ടെല്ലാം ഒരു വലിയ വലിയ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ എല്ലാ പാർട്ടിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിദ്യാഭ്യാസത്തിലെ മണ്ഡലം പറഞ്ഞു. അവരൊന്നും പറയുന്നില്ല. സംഘികളോ കോൺഗ്രസ്സുകാരോ VD സതീശ കള്ളം പറയുന്ന ആളാണ്. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരാരും ചെയ്യാത്ത പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF അല്ലാതെ മറ്റാരാണുള്ളത്? LDF ഇതാണ് ഇലക്ഷന് വരുന്ന. പക്ഷേ ഇതേ LDF ശ്രീനിവാസനും ജോയി മാത്യു എല്ലാം വിമർശിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ വേണമല്ലോ, അതിനെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാമല്ലോ. ഇവർക്ക് ഉൾക്കൊള്ളാൻ വയ്യ, കേൾക്കാൻ പോലും വയ്യ. ഭയങ്കര അസൈനിഷ്ണതയാണ്. എന്തെങ്കിലും നേറ്റീവ് പറഞ്ഞാൽ അപ്പം ഇങ്ങനെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? അല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ആറട്ടണനെ ആരെങ്കിലും വന്നിട്ട്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോ വല്ലതും വന്നിട്ട് പ്രത്യക്ഷത്തിൽ ആക്രമിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഇതിൽ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടില്ല. പക്ഷെ പല മെസ്സേജസ് അയച്ചിട്ടുണ്ട്. മെസ്സേജസ് ഒക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെതാണ് എന്ന് എങ്ങനെ മനസ്സിലാവും? അവർക്കെതിരെ ഒരു ഹെയ്റ്റ് പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാണെങ്കിലോ? നമ്മൾ വളരെ സത്യസന്ധമായിട്ടാണ് പറയണം. എനിക്ക് ആരും പേടിയില്ല. ഇപ്പോൾ പലരും വിളിച്ചു പറഞ്ഞത് നിങ്ങളിങ്ങനെ പറയില്ലേ, നിങ്ങൾ അറ്റാക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നത് ഈ ഇന്നോവ കാറിലൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പലരും പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഇന്നോവ കാർ എന്നുള്ളത്. അപ്പോൾ അത് തന്നെ അണ്ണനോട് പറയണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും ആൾക്കാർ അജണ്ട ഉള്ളവർ ചെയ്യുന്നതായിരിക്കും, തെറ്റിദ്ധരിപ്പിക്കാൻ. എന്നെ ചില ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്തെങ്കിലും എഴുതുന്നത് ഇങ്ങനെയല്ല. ഭയങ്കര ഇൻടോളറൻസ്. ഇവരിപ്പോൾ ഇവരുടെ പാർട്ടിയിൽ തന്നെ EMSനെയോ കാർൽ മാർക്സിനെ കിട്ടിയ അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. ഇതൊരു ശാസ്ത്രീയമായ അപ്രോച്ചല്ല. കാരണം ഇവർക്ക് ഈ മൈത്രനെ പോലെ ഭയങ്കര അസൈനിസ്റ്റാണ്. മൈത്രനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ ഇറങ്ങി പോവുക. ഒരു ഓപ്പൺ മൈൻഡ് അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആധുനിക മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന മൈത്രേനെ കുറിച്ച് എന്താ അഭിപ്രായം? മൈത്രേയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പ്രപഞ്ചമുള്ള ആൾ പറഞ്ഞു, ഈ ഉള്ള പ്രപഞ്ചം അവരുടെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഉറങ്ങി ഇറങ്ങി പോവും, അല്ലെങ്കിൽ പുള്ളി ദേഷ്യപ്പെടും. ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഉള്ള പ്രപഞ്ചം എവിടെ നിന്ന് ഉണ്ടായെന്ന് ചോദിക്കാമല്ലോ. ഓൾറെഡി ഉള്ളതെന്ന് പറയുന്ന പ്രപഞ്ചം എവിടെ നിന്ന് ഉണ്ടായെന്ന് ചോദിക്കാമല്ലോ. അത് പുള്ളിയോട് ചോദിക്കാൻ പറ്റില്ല. പുള്ളി ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അവിടെ ഒന്നെങ്കിൽ നമ്മളെ വിമർശിക്കും, പേഴ്സണൽ അറ്റാക്ക് നടത്തും, അല്ലെങ്കിൽ പുള്ളി ഇറങ്ങി പോകും. ഇതാ പുള്ളി ചെയ്യുന്നത്. പുള്ളിയായി ടോക്ക് നടത്താൻ പറ്റില്ല, ഒരു ഡിസ്കഷൻ നടത്താൻ പറ്റില്ല. ഭയങ്കര ഈഗോയിസ്റ്റാണ്. അദ്ദേഹം ഒരു ആധുനിക മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ടോ? ചില കാര്യം ശരിയാണ്, ചില കാര്യം വളരെ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമാണ്. ചില കാര്യം ശരിയാണ്. എന്തൊക്കെയാണ് ശരി അദ്ദേഹം പറയുന്നത്? അത് പറയാൻ ചില ഇങ്ങനത്തെ ഈ സോഷ്യൽ സ്ട്രക്ചറും ഫാമിലി അങ്ങനത്തെ അതിൽ പറയാൻ ശരിയാണ്. എല്ലാവരും പ്രാക്ടിക്കലൊന്നുമല്ല. ഓക്കെ, ഈ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിമർശനങ്ങൾ ആറട്ടണൻ കുറേ പറഞ്ഞു.
എനിക്ക് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആൾ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായ ശേഷം മുഖ്യമന്ത്രി പുള്ളി അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. നമ്മളെല്ലാം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നുള്ളത് ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത്? കാരണം പുള്ളിക്ക് ഇവിടെ കൊച്ചി യൂണിവേഴ്സിറ്റി IIT ആയിരുന്നു, അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി വരെ ആയിരുന്നു. ഇതൊന്നും പുള്ളി പ്രൊമോട്ട് ചെയ്തില്ല, വികസനം പ്രൊമോട്ട് ചെയ്തില്ല. വികസനം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു BJP ആവും. വികസനം പ്രൊമോട്ട് ചെയ്തു. പക്ഷെ അവർ വർഗീയവാദികളാണ്. കോൺഗ്രസിനെ കേസെടുത്ത് കഴിഞ്ഞാൽ VD സതീശൻ കള്ളം പറയലോട് കള്ളം പറയലാണ്, ഒരു നിലപാടില്ലാത്ത. അങ്ങനെ എല്ലാത്തിനും കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് മാത്രം സഹിക്കാൻ വയ്യ. അല്ല, സന്തോഷ് വർക്കി ഭീഷണിയാണ്, സത്യം പറയുന്ന ആൾക്കാർ ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു വികസനം പ്രൊമോട്ട് ചെയ്യുന്നത് BJP ആണെന്ന്. അതേ സന്തോഷേട്ടൻ തന്നെ BJPയേക്കാൾ ഭേദം AJP ആണെന്ന് ഒരു പോസ്റ്റ് ഇട്ടു. അതെന്താണ് രണ്ടഭിപ്രായം പറയുന്നത്? BJP ഉള്ളൂ, അവർ വർഗീയവാദികളാണ്. അവർക്ക് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അവർ വികസനം കൊണ്ടുവരും. മോഡി ആയാലും വികസനം കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമേ അവർക്ക് പോസിറ്റീവ് ഉള്ളൂ. ഓക്കെ, BJP കൊണ്ടുവന്ന വികസനങ്ങൾ സന്തോഷേട്ടനൊന്ന് പറഞ്ഞു. കൊണ്ടുവന്നത് ഇവിടെ വന്ദേ ഭാരത് ഇങ്ങനെ പലതും അവർ കൊണ്ടുവരണ്ട. അവർക്ക് അങ്ങനത്തെ മോഡിക്കല്ല അങ്ങനത്തെ ഒരു ഇതുണ്ട്, വികസനം കൊണ്ടുവരും. മോഡി എന്തൊക്കെ വന്നാലും ആൾക്കാർ കുറ്റം പറയുമെങ്കിൽ ഇന്ത്യയോട് ഒരു സിൻസിയറിറ്റി ഉണ്ട്, ഇന്ത്യ പൊങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് BJPയേക്കാൾ ഭേദം AJP ആണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ആണ് വർഗീയവാദം. മറ്റേ നോക്കുമ്പോൾ AJP തന്നെയാണ് ഭേദം പല കാര്യങ്ങളും. BJPക്ക് ഇവിടെ കേരളത്തിൽ യാതൊരു ഹോൾഡും ഇല്ല. AJPക്ക് BJPക്കാണ് സപ്പോർട്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു. AJPക്ക് BJP ഇവിടുത്തെ മലയാളികൾക്ക് എല്ലാം അറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. പക്ഷേ BJP എല്ലാവർക്കും അറിയാൻ എനിക്ക് തോന്നുന്നില്ല. BJP എല്ലാവർക്കും അറിയാം. അല്ല, അങ്ങനെയാണെങ്കിൽ AJP ഇലക്ഷൻ ജയിക്കും. അല്ലല്ല, AJP വീഡിയോസാണ് BJP വീഡിയോസിലേക്കാട്ടും ആൾക്കാർ ഏറ്റവും കൂടുതൽ ലോകത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ മലയാളീസും ഏറ്റവും കൂടുതൽ കാണുന്നത് AJP വീഡിയോസാണ്. അങ്ങനെയാണെങ്കിൽ AJPനേക്കാൾ കൂടുതൽ പോൺ സൈറ്റുകളാണ് കാണുന്നത് ആൾക്കാർ. എന്നും പറഞ്ഞ് പോൺ സൈറ്റിന്റെ മഹത്വവൽക്കരിക്കാൻ പറ്റും. AJPനും BJPനെയാണ്. BJPയെക്കാളും പോപ്പുലാരിറ്റി AJPക്ക് ഉണ്ട്. അതെങ്ങനെ പറയാൻ പറ്റും? ഇവിടെ എത്രയോ പേർക്ക് എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ആളാണ് AJP. നിങ്ങളുടെ ഒരു യൂണിവേഴ്സിലാണോ പറയുന്നത്? യൂണിവേഴ്സിൽ നല്ല. ഇവിടെ AJP എന്നും ഗൂഗിൾ ടൈപ്പ് ചെയ്ത റെക്കോർഡ് ഇതാണ്, അറിയോ? BJP ടൈപ്പ് ചെയ്താൽ എന്റർടൈൻമെന്റ് ആവാം, ആൾക്ക് എന്റർടൈൻമെന്റ് ആളെയാണ്. പക്ഷെ പുള്ളിക്ക് ഭയങ്കര ലോകത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ വെള്ളേഴ്സും അറിയാം. അത്ര ഓൾഡ് BJPക്ക് ഇല്ല. അപ്പോൾ AJP ഒരു ഇലക്ഷന് നിന്നാൽ ജയിക്കും എന്നാണ് പറയുന്നത്? AJP കോൺഗ്രസ് പാർട്ടിക്കാരനാവേണ്ട ആളാണ്. കാരണം കോൺഗ്രസ്സുകാരനെ പോലെ മറികണ്ടം ചാടാനും കുതുവാൽ വെട്ടാനും നല്ല കഴിവുണ്ട്. ആൾക്ക് വിദ്യാഭ്യാസം കുറച്ച് കുറഞ്ഞ മാത്രമേ ഉള്ളൂ. പക്ഷെ ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല. ഭയങ്കര കുണിസ്റ്റ് ബുദ്ധിയും വക്രതയാണ്. രാഷ്ട്രീയത്തിൽ കയറി അങ്ങേറ്റെത്തും, വന്നവരെല്ലാം മറന്നു കളയും ചെയ്യും. കോൺഗ്രസ് പോകാൻ പറ്റിയ ആളാണ്. കുതുവാൽ വെട്ടുക, മറികണ്ടം ചാടുക, ഇതിൻ്റെ ആശാന പുള്ളി. അലിൻ ജോസ് പെരേര കോൺഗ്രസ്സുകാരനാവണം എന്നാണോ? ഒന്നല്ല, വോട്ടറായിട്ട് അഭിനയിക്കുകയാണ്. അലിൻ ജോസ് പെരേര ഒരു കോൺഗ്രസ്സുകാരനാവണം എന്നാണോ ഓൾറെഡി അതിൽ കോൺഗ്രസ്സിൽ ഇറങ്ങി അതിൽ ടോപ്പ്. ഇപ്പോൾ ഈ പറഞ്ഞ ചേച്ചാൻ ജയിക്കാൻ പോകുന്നില്ല, അഖിൽമാരൻ ജയിക്കാൻ പോകുന്നില്ല. പിന്നെ ആരാണ് മറ്റേ ഡോക്ടർ റോബിൻ രമേഷ് പിഷാരടി? അത് ഉറപ്പില്ല ഡോക്ടർ റോബിൻ്റെ. പക്ഷേ AJP ഇറക്കി AJP രസോടും നിങ്ങൾക്ക് അറിയില്ല. AJP ഇറങ്ങി ചിലപ്പോൾ AJP ജയിച്ച് ഇല്ലെത്തും. ഒരു കാര്യം അറിയോ, അലിൻ ജോസ് പെരേര ഒരു പിണറായി വിജയൻ ആരാധകനാണെന്ന് അറിയോ? അതല്ല, വെറുതെ പറയാനാണ്. പുള്ളി കോൺഗ്രസ്സുകാരനാണ്, പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ പേടിയാണ്. ഞാനൊക്കെ പിണറായി വിജയനെ കുറിച്ച് പറയുള്ളൂ. പുള്ളി സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പുള്ളി കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഇതുവരെ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു കാര്യം പോലും പറഞ്ഞു പലരും പറഞ്ഞല്ലോ. കോൺഗ്രസ് അനുഭവിയാണ്, കോൺഗ്രസ് വരുന്നത് നല്ലതെന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളൂ. ആണോ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിലൂടെ തിരിച്ചു വരാം. പാലക്കാട് തെരഞ്ഞെടുപ്പ് കേരളം മൊത്തം ഉറ്റുനോക്കുകയാണ്. കാരണം അത് BJP പിടിക്കും എന്നുള്ള നിലയിലുള്ളൊരു മണ്ഡലമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അവിടെ UDF സ്ഥാനാർത്ഥി രമേഷ് പിഷാരടിയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവിടെ UDFും BJPയും തമ്മിലാണ് മത്സരം എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പരാമർശിക്കുന്നതും കൂടിയില്ല, ഈവൻ രമേഷ് പിഷാരടി പോലും. അപ്പോൾ ഞാൻ പറയുന്നത്, രമേഷ് പിഷാരടിക്കാണോ ശോഭാ സുരേന്ദ്രനാണോ അവിടെ വിജയസാധ്യത കൂടുതൽ? ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. എന്തുകൊണ്ട്? പക്ഷേ രമേഷ് പിഷാരടി കോമാളി എന്ന തോമസ് ഐസക് പറഞ്ഞുകൊണ്ട് യോജിപ്പില്ല. രമേഷ് പിഷാരടി കോമാളി ഒന്നല്ല, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. നന്നായിട്ട് വായിക്കുകയും വിവരമുള്ള ആൾ തന്നെയാണ്. തമാശയും വളരെ ബുദ്ധിപരമായിട്ടാണ് പുള്ളി പറയുന്നത്. പുള്ളി കോമാളി ഒന്നല്ല എന്ന് പറഞ്ഞാൽ സിനിമാക്കാരനെ എന്നോണ്ട് രാഷ്ട്രീയത്തിൽ വിജയിക്കണമില്ല. അല്ല, അതിന് ക്ഷമാപണം പറഞ്ഞു. അതിന് തോമസ് ഐസക്. പക്ഷേ തോമസ് ഐസക് പറഞ്ഞ ആളെന്താ, ഒരു കപട ബുദ്ധിജീവിയാണ്. പുള്ളി EMS പോലെ പണ്ടിട്ടൊന്നുമല്ല. പുള്ളി പറഞ്ഞ അത്ര എക്കണോമിക്സ് പുള്ളിക്ക് വലിയ പിടിയൊന്നുമില്ല. പുള്ളി വെറുതെ അഞ്ചനാണ്. രമേഷ് പിഷാരടി ചോദിച്ച് പലർക്കും അറിയില്ല. രമേഷ് പിഷാരടി വേറൊരു കോമാളിയല്ല. പക്ഷേ രമേഷ് പിഷാരടി ചെയ്ത ഒരു കാര്യം യോജിപ്പുണ്ട്. ഇന്നാളെ ഏതോ 8 വയസ്സിൽ കുട്ടിയുടെ അടുത്ത് എന്തോ തമാശ പറഞ്ഞു. അത് കുട്ടികളോട് പറയേണ്ട ഭാഷയല്ല. ഇപ്പോൾ ഞാൻ ചോദിച്ചത്, പാലക്കാട് എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കും? കാരണം അവിടെ BJP കമ്മ്യൂണിസ്റ്റ് അവരുടെ ആധിപത്യമാണ്. കോൺഗ്രസിന് അവിടെ അത്ര സ്ട്രോങ് അല്ല.
കോൺഗ്രസ് അല്ലേ ഒന്നാമത് വന്നിരുന്നത്. പിഷാടി ആണെങ്കിലും പുതിയ ആളാണ്. പിഷാടി പുതിയ ആളാണ്. പിഷാടി ഇതുവരെ വരാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. പാലക്കാട്ടത്തേക്ക് സീറ്റ് ഇപ്പം പണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് അതിനോടാണ്. പാലക്കാടുള്ള സീറ്റും അതുപോലെ കുറച്ച് സീറ്റുകളും പെയ്ഡ് സീറ്റുകളാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രമേശ് പിഷാരുടെയൊക്കെ പെയ്ഡ് സീറ്റ് മേടിച്ചിട്ടാണ് ഒരു ഷുവർ സീറ്റ് എന്നുള്ള നിലയിൽ പാലക്കാട് വന്നെന്നുള്ളൊരു വിമർശനമുണ്ട്. അത് സത്യമാണ്. രമേശ് പിഷാരി തൃപ്പൂണിത്തിൽ ആദ്യം വെച്ചത് അതിന് പാലക്കാടിലേക്ക് മാറ്റി. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. രമേശ് പിഷാരിക്ക് അത്ര വലിയ സാമ്പത്തികമൊന്നുമില്ല. എന്തുകൊണ്ട് അഖിൽ മാരാർ തോൽക്കും? അഖിൽ മാരാർ നല്ല വിവരവും സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷേ ഇവിടെ ഉമാ തോമസേ ജയിക്കുള്ളൂ. പി ടി തോമസിലെ കോൺഗ്രസിൻ്റെ ഇൻഫ്ലുവൻസ് പവറാണ് ഏറ്റവും കൂടുതലുള്ളത്. അഖിൽ മാരാർ ഈ ഉള്ള സെലിബ്രിറ്റീസിൽ ഈ സോഷ്യൽ മീഡിയയിൽ വെച്ച് വിവരവും സംസാരിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ്. ഇടയ്ക്ക് നിലപാട് മാറ്റിയെങ്കിലും ഇതിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡോക്ടർ റോബിനാണ്. അതിൽ എവിടെ എന്നാൽ ജയിക്കാൻ പോകുന്നില്ല. ഡോക്ടർ റോബിൻ BJPയിലേക്ക് പോയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു കഴിവില്ലാത്ത മനസ്സിലാണ്. പുള്ളി ഡോക്ടറാണ് പറയേണ്ടത്. പുള്ളി ഇപ്പോൾ MD ഒന്നും എടുക്കുന്നില്ല. പുള്ളി മെഡിസിൻ കിട്ടിയ എന്നെ കാശ് കൊടുത്താണോ അറിയില്ല. പുള്ളി ഒരു കഴിവില്ലാത്ത ആളായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ബിഗ് ബോസ് ഉള്ള സമയത്തൊക്കെ ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ പുള്ളി റണ്ണറപ്പ് ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. ഒരുപാട് വക്രത കാണിച്ചിട്ടുണ്ട്. പുള്ളി ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ BJPയേക്കാൾ ഭേദമാണ് AJP എന്നുള്ളൊരു പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റ് എനിക്ക് ആരും ഒരാൾ അയച്ചു തന്നതാണ്. അതാ നിങ്ങളാണോ? ഞാനൊന്നുമല്ല. അങ്ങനെ എന്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തന്നെ എഴുതിയതാണോ ആരെങ്കിലും പറഞ്ഞാണോ ആരെങ്കിലും അയച്ചു തന്നത്? അപ്പോൾ ഇടുന്നതൊന്നും ഓർത്ത് എനിക്ക് ഒരുപാട് കാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. ശരിക്കും ഞാൻ എൻ്റെ നിന്ന് എഴുതിയതാണോ അല്ലെങ്കിൽ ആരും അയച്ചു തരാമെന്നാണ് സംശയമുണ്ട്. അത് നിങ്ങളാണോ? ഞാനല്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ആറാട്ടണ്ണനെ കുറിച്ച് പരക്കെയുള്ളൊരു സംസാരം രാത്രി ഒരു സമയം കഴിഞ്ഞാൽ അണ്ണൻ വേറെ മൂഡിലാണ്. അല്ല പരക്കെയുള്ളൊരു സംസാരം രാത്രി ഒരു സമയം കഴിഞ്ഞാൽ അണ്ണൻ വേറെ മൂഡിലാണെന്ന് പറയുന്നുണ്ട്. അത് പഴയ കാര്യമല്ലേ? ഇപ്പം അങ്ങനെ ഒന്നല്ല. നിങ്ങളെന്താ ഇപ്പോഴും പഴയ കാര്യം പറഞ്ഞാൽ പണ്ടല്ല. അത് മൂഡൊന്നല്ല, നമ്മൾ പിടിച്ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലല്ല പൊളിറ്റിക്സ് ആയിരിക്കും ഈ ടൂക്കിയ പിള്ളേർക്ക് ഒന്നും അറിയില്ല. ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്ന ഈ ക്രഷ് മറ്റല്ല. ആമാർക്ക് പൊളിറ്റിക്സിൽ കുറിച്ച് ഇങ്ങനത്തെ കാര്യം ഒന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല. ഓരോരുത്തരും ഓരോ അൽഗോരിതമാണ്. അതനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നത്. ഇവന്മാരുടെ ഈ ടൂക്കിയ പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അല്ല, ഈ പെൺവിഷയത്തിൽ അണ്ണനൊരു വീക്ക്നെസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്? എനിക്ക് വീക്ക്നെസ്സും ഇല്ല. ഇനിയിപ്പോൾ ഈ രാഹുൽ മങ്കോത്ത് തൊട്ട് ചില ആൾക്കാർ പറയുന്നു അങ്ങനെ. അതുണ്ടെങ്കിൽ തന്നെ ഹൈപ്പർ സെക്സ്വാലിറ്റിയാണ്. ചിലർക്ക് സെക്സ്വാലിറ്റി കൂടുതൽ. എനിക്കങ്ങനെയല്ല. എനിക്ക് ആവശ്യത്തിനേ ഉള്ളൂ. ചിലർക്ക് കൂടുതലാണ് രാഹുൽ മങ്കോത്ത് പെടാം. അങ്ങനെ ആൾക്കാർ വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കട്ടെ. അല്ലാതെ അവരെ കഴപ്പണമെന്നോ കോഴിയെന്നോ അല്ലെങ്കിൽ ഞരമ്പ് രോഗി വന്ന് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഹോമോസെക്സ്വാലിറ്റി ഒന്നും വളരെ തന്നെ ഹോർമോണൽ ഇതാണ് ഹൈപ്പർ സെക്സ്വാലിറ്റി. അപ്പോൾ ഇങ്ങനെ ഇവരെ കഴപ്പ് കൂടുതൽ അങ്ങനെ വന്ന് ഇൻസൾട്ട് ചെയ്താൽ അത് അവരുടെ വീക്ക്നെസ്സാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ട ജയിലിടുകയല്ല ചെയ്യേണ്ട. പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ട. അദ്ദേഹത്തിന് ഹൈപ്പർ സെക്സ്വാലിറ്റി ആണോ? സെക്സ്വാലിറ്റി കുറച്ച് കൂടുതലാണ്. അങ്ങനെ ബോജെ അങ്ങനെ പലർക്കും ഹൈപ്പർ സെക്സ്വാലിറ്റി, ചിലർക്ക് സെക്സ്വാലിറ്റി കൂടുതലാണ്. ഹോർമോണൽ വേരിയേഷനാണ്. അവരെ കഴപ്പൻ അല്ലെങ്കിൽ ഞരമ്പൻ അങ്ങനെ പറഞ്ഞ കോഴി എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഹോമോസെക്സ്വൽ ആൾക്കാർ അങ്ങനെ ആക്ഷേപിക്കില്ലല്ലോ. ലെസ്ബിയൻസിനെയും ഗെയിനെയും ഇപ്പോൾ ആക്ഷേപിക്കാൻ പാടില്ല. നിയമം വന്നിട്ടുണ്ട്. അതേപോലെ ഹൈപ്പർ സെക്സ്വാലിറ്റിയാണ് ഇത് ഹോർമോണലാണ്. പക്ഷെ അവർ രാഷ്ട്രീയ കുപ്പായിട്ട് ജനങ്ങൾക്കിടയിൽ നടക്കുമ്പോൾ നമ്മൾ വിമർശിക്കണ്ടേ? അവരുടെ വ്യക്തിപരമായ കാര്യം എന്താണ് നോക്കണം. അല്ല, ഹൈപ്പർ സെക്ഷ്വാലിറ്റി ഗണേഷ് കുമാറിൻ്റെ ആൾക്ക് വ്യക്തിപരമായിട്ട് ഇതേപോലെ ഹൈപ്പർ സെക്ഷ്വാലിറ്റി എല്ലാം ഉള്ള ആളാണ്. പക്ഷേ അയാളുടെ അത് നോക്കേണ്ട ആവശ്യമില്ല. അയാൾ KSRTC വേണ്ടി ഇത് ചെയ്തു നോക്കേണ്ട ആവശ്യം. ഇവരൊക്കെ പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യുന്നവരല്ലേ? ആയിക്കോട്ടെ. ഇവര് അപ്പോൾ ബലിയാടാകുന്നത് പൊതുസമൂഹമല്ലേ? അവര് പേഴ്സണലി എന്തോ ചെയ്യട്ടെ. ഇപ്പൊ പാലക്കാട് തന്നെ ട്രംപ് ഒരു പെൺകുടിയനാണ്. പക്ഷെ ആരെങ്കിലും അതാണ് നോക്കുന്നത്. നിങ്ങളെ പേഴ്സണൽ ലൈഫ് നോക്കേണ്ട ആവശ്യം. ഞാൻ ഒരു കാര്യം അല്ലല്ല, ഗണേഷ് കുമാർ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഗണേഷ് കുമാർ KSRTC വേണ്ടി ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അത് നോക്കുക. പേഴ്സണൽ ലൈഫ് എത്ര നോക്കണം. അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്ര പേരുണ്ട് ജെന്യൂനായിട്ട്? ഫിലിം ഇൻഡസ്ട്രിയിൽ എത്ര പേര് പെൺകുടിയന്മാരാണ്? അവരുടെ പ്രൊഫഷണൽ ലൈഫല്ലേ നമ്മൾ നോക്കണം. അല്ല, പ്രൊഫഷണൽ ലൈഫ് അല്ല, പേഴ്സണൽ. അല്ലെങ്കിൽ ട്രംപ് ഇങ്ങനെ എത്ര പേരുണ്ടായിരുന്നു? ഫിഡൽ കാസ്റ്റ് മിക്കവരും പെൺകുടിയന്മാർ മറ്റേ. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫ് നോക്കേണ്ട ആവശ്യമില്ല. അല്ല, ഒരു വ്യക്തിത്വം നന്നായില്ലെങ്കിൽ പിന്നെ എന്ത് പ്രൊഫഷൻ? അത് വ്യക്തിത്വം ഇങ്ങനെ മോശമാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ ആസ് എ പേഴ്സൺ നോക്കേണ്ട ആവശ്യമില്ല. അയാൾ എന്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ആറാട്ടണ്ണൻ ഒരു രാഷ്ട്രീയ നേതാവിന് വ്യക്തിത്വം വേണ്ടെന്നാണോ പറയുന്നത്? വ്യക്തിത്വം രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം നോക്കേണ്ട അയാൾ കോൺട്രിബ്യൂഷനാണ്. പ്രൊഫഷണലി അല്ലെങ്കിൽ ഇപ്പോൾ പല ഹോളിവുഡ് പല ആക്ടേഴ്സ് എടുത്താൽ ഇവർക്കെല്ലാം ഇങ്ങനെ ലൈംഗികമായിട്ടും പേഴ്സണലായിട്ട് പല പ്രശ്നമുണ്ട്. അത് നോക്കേണ്ട ആവശ്യമില്ല. അവരെന്ത്
അല്ല, വ്യക്തിത്വ വികസനമല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്? വ്യക്തിത്വ വികസനമല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്? നടന്നോട് ഞാൻ പേര് പറയാനില്ല, പണ്ട് പറഞ്ഞിട്ടുണ്ടോ, നടന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3000-4000 പെണ്ണുങ്ങളായിട്ട് ബന്ധമില്ലേ? ഞാൻ ക്രിട്ടിസൈസ് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി അയാൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അയാൾ പ്രൊഫഷണലി എന്ത് ചെയ്തു അതാണ് നോക്കേണ്ടത്. അയാളുടെ പേഴ്സണൽ ലൈഫ് നമുക്കൊരു ബാധകമേ അല്ല, അത് അയാളുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ഒരു വ്യക്തി ഞാൻ ആ നടനെ ഒരുപാട് വിമർശിച്ച, പക്ഷേ എനിക്കിപ്പോഴേ മനസ്സിലായി അയാളുടെ പേഴ്സണൽ ലൈഫ് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗണേഷ് കുമാർ ഒരുപാട് നിങ്ങൾ സർവീസ് എല്ലാം ഉള്ള ആളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടിനെ അടുപ്പിക്കാത്തത്. പക്ഷേ അയാൾ KSRTC ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. കാരണം ഇപ്പോൾ സന്തോഷേട്ടനെ പോലെ ഇത്ര അറിവുള്ളൊരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ അല്ലല്ല മലയാളികളല്ല, കാരണം ഈ രാഷ്ട്രീയം, സിനിമ എന്നൊക്കെ പറയുന്നത് സമൂഹത്തെ ഉദ്ധരിക്കുന്ന സമൂഹത്തെ പറയട്ടെ സമൂഹത്തെ ഉദ്ധരിക്കുന്ന മേഖലകളാണ്. അപ്പോൾ ഈ മേഖലകളിലേക്ക് വരുമ്പോൾ അറിഞ്ഞോ അറിയാതെ ഇവർ റോൾ മോഡൽസായി മാറുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ എൻ്റെ വ്യക്തിത്വം നോക്കണ്ട, പ്രൊഫഷൻ നോക്കിയാൽ പോരെ എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ രാഷ്ട്രപിതാവായി ഗാന്ധിജി മഹേഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടില്ലേ പുള്ളിക്ക് സെക്സ്വാലിറ്റി പ്രശ്നമായിരുന്നു, തുറന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ റിവീൽ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ മുഖച്ഛായ മാറിയില്ലേ? ആയിക്കോട്ടെ, പുള്ളി തുറന്ന് പറഞ്ഞിട്ടില്ലോ. ഈ സെക്സ്വാലിറ്റി വന്നത് ഇത്ര മോശമായ കാര്യമാണ്, എല്ലാവർക്കും ഉള്ള വികാരമല്ലേ. ഇതിന് ഇവിടുത്തെ മതങ്ങളാണ് മോശമാക്കിയത്. മലയാളികൾ, ജവഹർലാൽ നെഹ്റു, ഇവരുടെ എല്ലാം പേരിൽ അലിഗേഷൻ വന്നിട്ടുണ്ട്. സെക്സ്വാലിറ്റി മോശമാണെന്നല്ല പറയുന്നത്. അതാ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടൻ ചെയ്തത് ശരിയല്ല. ഒരാളെ നിർബന്ധിക്കുന്നത് ശരിയല്ല, റേപ്പ് ചെയ്യുന്നത് ശരിയല്ല. രാഹുൽ മ്യൂച്വൽ എഗ്രിമെന്റിൽ ഒരാണ് പെണ്ണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് നീപോരായിട്ട് കുഴപ്പമില്ല. ഇപ്പൊ പാലക്കാട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം പാലക്കാട് ഇപ്പൊ ഒരു കൗൺസിലറിനെ ഇതുപോലെ തന്നെ ഗർഭം കലക്കി ഗുളിക കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം ഒളിവിലാണ്. അപ്പോ ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിയെ പോലും ഒരു കേസുണ്ട്, ഉമ്മൻചാണ്ടി ആണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉമ്മൻചാണ്ടിയുടെ കാര്യമല്ല പറയുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഇപ്പൊ കൗൺസിലറിനെ ഇപ്പൊ അദ്ദേഹം ഒളിവിലാണ്. അപ്പോൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ആളുകൾ വിശ്വസിക്കുന്ന ഇതുപോലുള്ള ഓരോ പ്രൊഫഷനിലേക്ക് എത്തിയിട്ട് ഇവരുടെ സെക്ഷ്വാലിറ്റിയും ഹൈപ്പർ സെക്ഷ്വാലിറ്റിയും കാണിക്കാനാണോ ഇവരിത് തിരഞ്ഞെടുക്കുന്നത്? എന്നിട്ട് പറയാണ് ഞങ്ങൾ നല്ലോണം പ്രവർത്തിച്ചല്ലോ. എ കെ ഗോപാലനല്ലേ പുള്ളി പണ്ട് പുള്ളി ഒളിവിൽ വെച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെ ഇവരെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഇതൊക്കെ പറയാമോ? അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും അവർക്ക് ചൂസ് ചെയ്തൂടെ? ഈ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് അതിലവർക്ക് നന്നാവല്ലോ, വല്ല ഓൺലൈൻ വർക്കോ. ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. ഇവരാരും ദൈവങ്ങളല്ല, ദൈവമൊന്നല്ല, ഇവർ മനുഷ്യരാണ്. ഇവർക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിണറായി മോശമായിട്ട് പറയും സെക്ഷുവാലിറ്റി മോശമാണെന്നല്ല പറയുന്നത്, അത് മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴല്ലേ അത് മോശം. രാഹുൽ മാങ്കൂട്ടം ഒരാൾ നിർബന്ധിച്ചിരിക്കാൻ തെറ്റാണ്. ഒരിക്കലും ഒരാളെ റേപ്പ് ചെയ്യാനോ നിർബന്ധിക്കുന്നത് ശരിയല്ല. പക്ഷേ മ്യൂച്വൽ കൺസെൻറ്റിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇൻവോൾവ് ചെയ്യുന്ന ഇന്ത്യൻ നിയമത്തിൽ കുഴപ്പമില്ല. പക്ഷേ എക്സ്ട്രാമൽ അഫെയർ ശരിയാണ് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റിയും അത്തരത്തിലുള്ള ഇപ്പോൾ ഹൈപ്പർ സെക്ഷുവാലിറ്റിയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഹൈപ്പർ സെക്ഷുവാലിറ്റി ആണെന്ന് അണ്ണം പറയുന്നു. പക്ഷേ നേതാക്കന്മാർക്ക് ഇതുണ്ടായിരുന്നു. എന്നിട്ടും ഇവരിതൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ. അത് ശരി, അത് തുറന്ന് സമ്മതിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മാധവിക്കുട്ടി അല്ലെങ്കിൽ പൂനൽ കുഞ്ഞബ്ദുലാവുന്ന ആൾക്കാരെല്ലാം അംഗീകരിക്കാതെ കിടന്ന് മെഴുകുമ്പോഴല്ലേ ഈ പ്രശ്നം. അത് ശരിയല്ല, ഉള്ള ആരും ഉള്ളവരെ പറയണം. അതിന് ബിൽ ക്ലിന്റൺ പോലും കള്ളം പറഞ്ഞു, അത് അവർ ഇമേജ് പേടിച്ചാണ് അവർ പറയിക്കണം. പക്ഷെ അത് തുറന്ന് പറയണം. കാരണം ഇപ്പോൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞു, ചികിത്സിക്കണമെങ്കിൽ രോഗി ഇങ്ങനെ ഒരു അസുഖം എനിക്ക് ഉണ്ടെന്ന് സമ്മതിക്കണ്ടേ? അങ്ങനെ ന്യായീകരിക്കും ശരിയല്ല. ഗണേഷ് കുമാർ പറഞ്ഞ 5000 പ്രണയങ്ങളുണ്ട്, എനിക്ക് എല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, അത് ന്യായീകരിക്കുന്നത് ശരിയല്ല. അത് അംഗീകരിച്ച് എനിക്ക് തെറ്റുപറ്റി ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ ആവർത്തിക്കില്ല എന്ന് പറയണം. അങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഈ ലോകത്ത് ഒരു ആണിൻ്റെ ജീവനം പോകണമെങ്കിൽ അഴിമതിയൊന്നല്ല. പ്രതിച്ഛായ ശരിബേൽ പറഞ്ഞ പോലെ തന്നെ ഒരു പെണ്ണ് വിഷയം വന്ന ഒരാളുടെ ജീവനം പോക്കാണ്. അത് ശ്രദ്ധിക്കണം. എന്ത് ഇപ്പം എൻ്റെ പേരിൽ ട്രാൻസ്ജെൻഡർ കേസ് വന്നു, ആളെ കണ്ടിട്ടില്ല. ട്രാൻസ്ജെൻഡർ കേസ് എൻ്റെ പേരിൽ വന്നു, ഞാൻ ആളെ കണ്ടിട്ടില്ല. 2 ദിവസം ടി വിയിൽ എൻ്റെ ഫോട്ടോ ആണ് വന്നത്. അണ്ണനിപ്പോ ഒന്നാലോചിച്ച് നോക്കുക. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണനിപ്പോ വളരെ ഇപ്പോൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ആ ഒരു കേസ് വരുമ്പോൾ ചിലപ്പോൾ ആ ട്രാൻസ്ജെൻഡറിനെതിരെ എല്ലാവരും തിരിഞ്ഞാനെ. പക്ഷേ അണ്ണൻ ഈ രാത്രിയാകുമ്പോൾ ചില സമയത്ത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ അണ്ണനിങ്ങനെ പോസ്റ്റൊക്കെ ചെയ്യുന്നോണ്ട് അപ്പൊ ആൾക്കാർ വിചാരിച്ചു ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ ആ ട്രാൻസ്ജെൻഡറെ കണ്ടിട്ടില്ല, ആ വ്യക്തിയെ കണ്ടിട്ടില്ല. എൻ്റെ പേരിൽ കേസ് വന്നു. വേറെ ആളാണെങ്കിൽ ആ സമയത്ത് പെരേര പറഞ്ഞാൽ എൻ്റെയും പെരയുടെ ഫോട്ടോ വന്നു, പെരയുടെ ഫോട്ടോ ചെറുതായി പോയെന്നു പീഡന കേസിലാണ്, പുള്ളിയുടെ ഫോട്ടോ ചെറുതായി പോയാ. സന്തോഷേട്ടൻ എന്തിനാണ് അറസ്റ്റിലായത്? അറസ്റ്റിലായത് അത് അനുമതി പറയാൻ വളരെ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞതാണ്.
അത് ഇവിടുത്തെ നിയമം എനിക്കറിയില്ല, സത്യസന്ധമായ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ നിയമം അറിയാവുന്ന ഇവിടുത്തെ നിയമം അറിയില്ലെന്ന് പറയാം. ഇവിടുത്തെ നിയമം നിയമങ്ങളോട് ഇപ്പം നിയമങ്ങളെല്ലാം പെർഫെക്റ്റ് ഒന്നല്ല. എന്തിനാണ് അറസ്റ്റിലായത്? ഒരുപാട് മണ്ടൻ നിയമങ്ങളാണ്. എന്തിനാ അറസ്റ്റിലായത്? കോടതി നിൽക്കുന്ന കേസാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. പല ആൾക്കാരും ഞാൻ ഇട്ട പോസ്റ്റിൽ താഴെ കമൻസിൽ പറഞ്ഞു ഇയാൾ പറഞ്ഞു 100% ശരിയാണ്. പക്ഷേ ശരിക്കും സംഭവിച്ചാവുന്നല്ല. എൻ്റെ അറസ്റ്റ് പറഞ്ഞാൽ അന്ന് തുടരുമാണ് പടം ഇറങ്ങിയപ്പോൾ റിവ്യൂ എടുക്കാൻ വേണ്ടി സിനിമാക്കാർ കളിച്ച് കളി തന്നെയാണ്. എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പോലീസുകാരുടെ പോലെ എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയതാണ്. എത്ര നാള് ജയിലിൽ പറഞ്ഞു. ഒരു സത്യം തന്നെയാണ് പറഞ്ഞു. ഇവിടെ സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെണ്ണുപിടുത്തം വളരെ വ്യാപകമാണ്. ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം ഇവർ കളഞ്ഞിട്ടുണ്ട്, ഒരുപാടാണ്. അവരെയൊന്നും ആരും അറസ്റ്റും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യില്ല. ഇവിടെ അറസ്റ്റ് ചെയ്യുന്ന തൊപ്പി, ഞാൻ ചെകുത്താൻ, ഇങ്ങനത്തെ ആൾക്കാരാണ്. ഇവിടെ സിനിമാ ഫീൽഡിൽ ഹേമ കമ്മിറ്റി ബോർഡ് എവിടെ പോയി? സിനിമയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എത്ര പെണ്ണുങ്ങൾ ജീവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ആകെ ആക്രമിക്കപ്പെട്ട് നടിയുടെ കേസിൽ വന്ന് അത് വന്നിട്ട് അവർ ഓപ്പോസിറ്റ് ആളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം സിനിമാ ഫീൽഡിൽ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവനം പോയിട്ടുണ്ട്. ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് സിനിമ കണ്ടു നോക്കുക. സോ ഇവരെന്നെ ഉണ്ടാക്കുന്ന സിനിമയിൽ അവർ കാണിക്കുന്നുണ്ട്. ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവനം പോയിട്ടുണ്ട്. ഈ നടി ആക്രമിക്കപ്പെട്ട ആക്ട്രസ് ഉണ്ടായിരുന്നു, അവർ ആത്മഹത്യ ഇട്ട് അത് അന്ന് KG ജോർജ് ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് സിനിമ ഉണ്ടാക്കി ബാലുമേന്ദ്രനെ ആയിരിക്കുകയും ചെയ്ത. ഇന്ന് ഇത് ഈ ദിലീപിൻ്റെ എത്ര സ്ട്രോങ് ആണ് കാരണം മീഡിയ ഉണ്ടായതുകൊണ്ടാണ്. പണ്ട് എത്ര പേര് ആത്മഹത്യ ചെയ്തിരുന്നു. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സന്തോഷ് ഏട്ടൻ ആർക്കൊപ്പമാണ്? എനിക്കറിയില്ല. 50% ഞാൻ 50% ഞാൻ പറഞ്ഞു ദിലീപ് ചെയ്യുന്നുണ്ട്, 50% ദിലീപ് ചെയ്തിട്ടില്ല പറയണം. കാരണം എനിക്കറിയില്ല, ഭയങ്കര കൺഫ്യൂഷനിലാണ്. ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ചിലർ പറയുന്നു ട്രാപ്പാണ് പറയുന്നു, ചിലർ പറയുന്നു ദിലീപിന് അറിയാൻ സംഭവിച്ചതെന്ന്, വേറെ ആർക്കും അറിയില്ല. ഇത് ട്രാപ്പാണോ അല്ലെങ്കിൽ ശരിക്കും ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. പുള്ളിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു, അത് ശരിയാണ്. രണ്ട് രീതിയിലും പറയുന്നുണ്ട്. സത്യാവസ്ഥ എന്താ എനിക്കറിയില്ല. ഇപ്പം നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ UDFൻ്റെ ഭാഗത്തു നിന്ന് കേരള സമൂഹത്തിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കാരണം VS അച്യുതാനന്ദൻ്റെ ഭരണം കഴിഞ്ഞ് അടുത്തൊരു തുടർഭരണ സാധ്യത പോലും അന്ന് വന്നു. വളരെ നിസ്സാര സീറ്റുകൾക്കാണ് ഉമ്മൻചാണ്ടി ഭരണത്തിൽ കയറിയത്. പിന്നെ അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഭരണം കഴിഞ്ഞപ്പോൾ 2 തവണ അടുപ്പിച്ച് വീണ്ടും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് കാര്യമായൊരു ചലനം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ? മാത്രമല്ല, ഇവിടെ നാഷണൽ ലെവൽ ഇന്ത്യയിലും ഒരു കോൺഗ്രസിൻ്റെ കഴിവുകൾ കൊണ്ടാണ് BJP ഭരിക്കുന്നത്. കോൺഗ്രസ് സ്ട്രോങ് ആണ്. രാഹുൽ ഗാന്ധി ആൾക്കാർ മാറാത്തതുകൊണ്ടാണ്. കഴിവുള്ള ആൾക്കാർ കൊണ്ടുവരികയാണെങ്കിൽ ഈ നെഹ്റു ഫാമിലിയാണ് ശരിക്കും ഇന്ത്യയെ നശിപ്പിച്ചത്. നെഹ്റു മാത്രമേ കഴിവുണ്ടായിരുന്നു, ബാക്കി ആർക്കും വലിയ കഴിവില്ലായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ പോലും കോൺഗ്രസ് വളരെ മോശമായിക്കൊണ്ടാണ് BJP വരുന്നത്. കോൺഗ്രസ്സിൽ പുതിയ നേതാക്കൾ വരണം, പുതിയൊരു ആൾക്കാർ വരണം. അത് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് എന്താണ് പ്രശ്നം? പ്രശ്നമാണ് പ്രോപ്പർ ലീഡേഴ്സ് ഇല്ല. കേന്ദ്രത്തെക്കാളും ബെറ്ററാണ്. ഇവിടെ കുറച്ചെങ്കിലും ഹോൾഡ് ഉണ്ട്, കേന്ദ്രത്തിൽ ഒന്നുമില്ല. അത് രാഹുൽ ഗാന്ധി ഇവർക്ക് ഒന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യമില്ല, ഇവർക്ക് അഴിമതിയുണ്ട്. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണിയാണ്, അങ്ങനെയുള്ള പറയുന്നത്. ഒരു ഐക്യവും ഇല്ല. ഇപ്പം തന്നെ VD സതീശനും മറ്റേ രമേശ് ചെന്നിത്തല ഹൈറ്റാണ്. ഒരു ഐക്യം ഇല്ലാത്ത പാർട്ടിയാണ്. അതുകൊണ്ടാണ് ആക്രമണ രാഷ്ട്രീയം ഇല്ലാത്തത്. ഐക്യം വരുമ്പോഴാണ് ആക്രമണ രാഷ്ട്രീയം വരുന്നത്. BJPയിലും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിലുള്ള ഇത് ഒരു യൂണിറ്റ് ഇല്ല. പക്ഷേ ഇവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഈ സ്റ്റാൻസ് വെച്ചത് മൻമോഹൻ സിംഗ് ആണ്, കോൺഗ്രസ്സുകാരനാണ് മൻമോഹൻ സിംഗ് ആണ്. ഇവർക്ക് ഒരുപാട്, പക്ഷേ ഇവർ ഒരു ഐക്യം ഇല്ലാത്ത പാർട്ടിയാണ്, ഒരു ഇതില്ല. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾ പറയാൻ പണ്ടെല്ലാം ഒരുപാട് കോൺട്രിബ്യൂട്ട്. കരുണാകരൻ അഴിമതിക്കാരനാണെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആന്റണി കഴിവുള്ള ആളെ നല്ലൊരു ഈ കരുണാകരൻ്റെ വാലിൽ കെട്ടാൻ പറ്റുന്ന ഒരു നേതാവെങ്കിലും ഇപ്പോഴുണ്ടോ? അതിലത്ര കഴിവുള്ള ആരും ഇപ്പോൾ ആരുമില്ല. VD സതീശൻ നല്ല പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ പുള്ളി മറവി രോഗം പറയുന്നു. കള്ളം പറയലാണ്. നല്ല പ്രതീക്ഷിച്ചിട്ടാണ്. എനിക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ ഓരോ നിമിഷം പുള്ളി മറന്നു പോകുന്നു, മറവി രോഗം പോകുന്നു. കള്ളം പറയാൻ സന്തോഷം പറയുന്നത് VD സതീശൻ ഒരു നുണേശനാണെന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. എനിക്ക് നല്ല പ്രതീക്ഷ. സത്യമാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നു. പുള്ളി എല്ലാം മാറ്റി പറയുകയാണ്. ഒരു നിലപാടില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അഖിൽമാരാണ് ആ പ്രശ്നമുണ്ട്, മാറ്റി പറയാനുണ്ട്. അതല്ലേ രമേശ് പിഷാരടി പറഞ്ഞ 2 വർഷം കഴിഞ്ഞ് പുള്ളി പറയുന്നത് കേൾക്കാം, ഒരാഴ്ച കഴിയുമ്പോൾ പുള്ളി നല്ലവണ്ണാന്ന് പറയും. ഈ അഖിൽമാരാർ ബിഗ് ബോസിൽ പോയില്ല എന്ന് പറഞ്ഞ ഒരു കമൻറ്റിൽ ഇറക്കിയാളല്ലേ, നിലപാടെടുക്കുന്നില്ല. എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഇനി എങ്ങാനും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ, അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? ഒരു പ്രഡിക്ഷൻ. ആളാണെങ്കിൽ ഞാൻ VD സതീശനെ പറയുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചെന്നിത്തലേ ബെറ്റർ. VD സതീശൻ മുഖ്യമന്ത്രി ആയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ഇങ്ങനെ നിലപാടില്ലാത്ത ആളെ ആക്കിയിട്ട് എന്ത് കാര്യം? നിലപാടില്ലാത്തൊരു മനുഷ്യൻ എല്ലാം മാറ്റി പറയുകയാണ്.
ഇത്രയും നാളും വി ഡി സതീശൻ്റെ പേരാ പറഞ്ഞു. ചെന്നിത്തല അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആളൊന്നുമല്ല, പുള്ളി കരുണാകരനിൽ പണി വെച്ച ആൾ തന്നെയാണ്. ഇപ്പം അങ്ങനത്തെ നേതാക്കളില്ല, കഴിവുള്ള നേതാക്കളില്ല. അപ്പോൾ ആ ഒരു നോക്കിയാൽ പിണറായി വിജയൻ പിന്നും കഴിവുണ്ട്. അഴിമതിയിലുണ്ടെങ്കിലും ഏത് ഗുണ്ടായ്സിലുണ്ടെങ്കിലും കുറച്ച് കഴിവുള്ള മനുഷ്യനാണ്. പിണറായി വിജയൻ സഖാവിന് ഗുണ്ടായുസം ഉണ്ടെന്ന് പറയുന്നത് എന്ത് ഗുണ്ടായുസമാണ് നിങ്ങൾ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ ഗുണ്ടായിസല്ലേ കണ്ണൂരിൽ. എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കണ്ണൂരിൽ എന്താ ഇറങ്ങി ഇപ്പോൾ ടി പി ചന്ദ്രശേഖർ കേസ്, വധക്കേസ് എന്തൊക്കെയുണ്ട്, അത് അവരെ തുറന്ന് അവർ ഇപ്പം എന്നെ വധിക്കുമ്പോൾ നടക്കുകയല്ലേ, നേരിട്ട് പറഞ്ഞിട്ടില്ലേ. ഇവർ ഗുണ്ടായിസം ഉണ്ട്, ഗുണ്ടായിസം അഴിമതിയുണ്ട് കൂടെ. അഴിമതി എന്തഴിമതി? അല്ല എന്തഴിമതി? ലാവ്ലിൻ കേസിലില്ലേ, അതൊക്കെ തെളിയിക്കാൻ പറ്റിയോ? എത്ര പേര് വന്നു കേന്ദ്രത്തിൽ നിന്ന്, അന്വേഷണ ഏജൻസീസ് എത്ര പേര് വന്നു? കെജ്രിവാളിനെ വരെ കുടിക്കവരാണ് ഈ കേന്ദ്ര ടീംസ്. എന്നിട്ടും പിണറായി വിജയനെ തൊടാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ക്രിക്കറ്റ് കോഴ വിവാദത്തിലാണ്. ഏത് കോഴ? ക്രിക്കറ്റിൽ കോഴ വന്നില്ലേ? അതെന്താ കമ്മ്യൂണിസ്റ്റുകാരാണോ? അതല്ല, അത് സിമിലാരിറ്റി പറയാം, എക്സാമ്പിൾ പറയാം. അതിൽ ഹാൻഡ്ഷേക്ക് പറഞ്ഞ ആൾ തുറന്നു പറഞ്ഞപ്പോൾ അയാളെ തട്ടിക്കളയും. പക്ഷേ മുഹമ്മദ് അസീറിന് ആൾ തെറ്റിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അയാൾക്ക് കോടതിയിൽ നിന്ന് ക്ലീൻ ചെയ്തായിട്ട് ചെയ്തോ. ഇവിടെ കോടതി വിധി കൊണ്ട് കാര്യമില്ല. അല്ല ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ മാത്രമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേന്ദ്രം സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ കേജ്രിവാളിനെയൊക്കെ അറസ്റ്റ് ചെയ്ത പോലെയൊക്കെ സാഹചര്യങ്ങളുണ്ടായിരുന്നല്ലോ. എന്നിട്ടും പിണറായി വിജയൻ സഖാവിനെ തൊടാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അത് പാർട്ടിയിൽ വളരെ സ്ട്രോങ് ആണ്. ജനകീയ സ്ട്രോങ് ആയതുകൊണ്ടല്ല, തെളിവ് വേണ്ടേ എന്തെങ്കിലും ഒരു കാര്യത്തിന്? ആരോപണം മാത്രമല്ലേ ഉള്ളൂ, കഴിവില്ലെന്നേ പറയുന്നില്ല. തെളിവ് വേണ്ട. ഇപ്പൊ പറഞ്ഞു അഴിമതിക്കൊന്നും ഒരു തെളിവില്ല, വെറുതെ പറയാ. കെ കരുണാകരന്റെ കേസ് ഏതാ തെളിഞ്ഞിരിക്കുന്നത്? കെ കരുണാകരനെ സ്വന്തം പാർട്ടിക്കാരനെ കുതുകാല് പൊട്ടിയതാണ് കെ കരുണാകരനെ. ആയിക്കോട്ടെ, പിണറായി വിജയന് നല്ല മനുഷ്യൻ പറയണേ നിങ്ങൾ. നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നല്ലൊരു ഭരണാധികാരിയാണ്. കഴിവുണ്ട്. എന്നാൽ പിന്നെ ഇപ്പൊ എല്ലാവരും എതിരാണല്ലോ. പിണറായി എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ദേഷ്യമല്ലോ, പക്ഷെ പിണറായിക്ക് എതിരാണ്. അതൊരുമാതിരി ആൾക്കാർ പറയാം അത് വ്യക്തിവിരോധമാണത്. അത് ചിലർക്കുള്ള വ്യക്തിവിരോധമാണ്. അതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ പല ഘടകങ്ങളും വെച്ച് ഒരു PR ഇന്റർവ്യൂ നടത്തി, എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് ഒരു ഇന്റർവ്യൂ PR ഇന്റർവ്യൂ ആണ്, എല്ലാവർക്കും മനസ്സിലായില്ലേ? പുള്ളി കഴിവുള്ള. ഉമ്മൻചാണ്ടി നടത്തിയിട്ടില്ലേ? ജയ്ഹിന്ദ് TV വന്നൊരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടി നടത്തിയിട്ടില്ലേ? ആൾക്കാർക്ക് പുള്ളി പേടിയുണ്ട്, ഒരു കഴിവുള്ള മനുഷ്യനാണ്. പക്ഷെ പുള്ളിക്ക് രണ്ടു കുഴപ്പമുണ്ട്, അഴിമതിയുണ്ട്, ഗുണ്ടായിസവും ഉണ്ട്. ഈ പിണറായി വിജയൻ അഴിമതി ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ അംഗീകരിച്ചു തരില്ല. കാരണം ഇതുവരെ തെളിയിക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്തോരം കേസുകൾ നടന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, മുഹമ്മദ് നസ്രുദ്ദീൻ ആൾ തെറ്റിയിട്ട് എല്ലാവർക്കും അറിയാം, പക്ഷെ അതിൽ രക്ഷപ്പെട്ടു. ഇവിടെ പല ആൾക്കാരാണ്. ഇവിടെ കോടതി അടക്കം പ്രവർത്തിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്കൊരു തെളിവുകളില്ല. എന്ത് ചെയ്യും? തെളിവ് ആദ്യം നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പോ ഏജൻസികൾക്കെതിരെ വരെ കേസിൽ പോലും തെളിവ് കിട്ടുന്നില്ല. പക്ഷെ അത് തെറ്റ് ചെയ്യേണ്ടോ ഇല്ലോ ഇപ്പോഴും പറയാൻ പറ്റില്ല. തെളിവ് കൊണ്ട് മാത്രം കാര്യമില്ല. ചെയ്തു എങ്ങനെ പറയാൻ പറ്റും? ചെയ്തു എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ല, ഇയാളെ എത്ര ആരോപണം വന്നു കണ്ടോ? ആരോപണമല്ലേ വരുന്നത്? ആരോപണം വരില്ലേ? പിന്നെ ആരോപണം വരില്ലേ? സാമ്പത്തിക ഇയാൾ ഈ പറയുന്ന ഇപ്പൊ ഇലക്ഷൻ നിന്നപ്പോൾ തടഞ്ഞതാണ്. ഇയാൾക്ക് എത്ര രൂപ ഉണ്ടാക്കിയിരിക്കുന്നു ഇയാളുടെ മകൾ വഴിയും, അല്ല എത്രയോ കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ ദരിദ്രം പറയണം. പിണറായി വിജയൻ ദരിദ്രമൊന്നുമല്ല, നല്ല കാശുണ്ട്. കെ കരുണാകരനും നല്ല കാശുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് നയനാരും AK ആന്റണി അങ്ങനത്തെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം EMS ആണ് കേട്ടോ. ഇവരെല്ലാം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് വളരെ പ്രാക്ടിക്കലാണ് പറഞ്ഞത്. ഇപ്പോൾ സന്തോഷമായിട്ട് തന്നെ സമ്മതിക്കുന്നുണ്ട്. അല്ല എനിക്ക് നെറ്റും ജിയാസും ഗേറ്റിലുള്ള ആളാണ്. പക്ഷേ എനിക്കിവിടെ അസിസ്റ്റന്റ് പ്രൊഫസറാൻ പറ്റും. ഇവിടെ സഹാക്കളുടെ ഭാര്യമാരെല്ലാം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കാരണം എന്താ? രാഷ്ട്രീയ ഇൻഫ്ലുവൻസാണ്. ഇവിടെ പല സഹാക്കളുടെ ഭാര്യമാർ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സാണ് പല യൂണിവേഴ്സിറ്റിയിൽ. അവരുടെ ലൈഫ് സെക്യൂറായി. ഇവിടെ മെറിറ്റെല്ലാം നോക്കുന്നത്, രാഷ്ട്രീയ ഇൻഫ്ലുവൻസാണ് നോക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യും, ഇല്ലാത്ത വകുപ്പിട്ട്. എന്ത് പോലീസുകാരൻ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട? രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ഇല്ലാത്ത വകുപ്പിട്ട് ആളെ അറസ്റ്റ് ചെയ്യുകയാണ്. ഈവൻ എന്നെ പോലെ അറസ്റ്റ് ചെയ്ത കേസിൽ സിനിമാക്കാർ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷ് ചേട്ടൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആവുന്നില്ല എന്ന് പറഞ്ഞു. സന്തോഷ് ചേട്ടൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ? JRF ഉണ്ട്, ഗേറ്റ് ഉണ്ട്, PhD ഞാൻ ചെയ്യുന്നു. അപേക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടുണ്ടോ? മെറിറ്റിലെല്ലാം കിട്ടില്ല. പക്ഷേ അത് ഇവിടെ കിട്ടണമെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ബ്രൈബ് വേണം. നിങ്ങൾ നോക്കിയിട്ട് കോൺഗ്രസ് ഈ കമ്മ്യൂണിസ്റ്റ് സഹാക്കളുടെ മിക്കവരുടെ ഭാര്യമാർ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സാണ്. അവരുടെ ജീവൻ ആ നേതാക്കളുടെ ജീവൻ സെക്യൂറായി. ഇതാണ് ഇവിടെ നടക്കുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനൊന്നും ആയിരുന്നില്ല. പണ്ട് കമ്മ്യൂണിസ്റ്റ് ആവുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിജീവികളും ഭയങ്കര മനുഷ്യത്വമുള്ള ആൾക്കാരായിരുന്നു. അച്യുത മേനോൻ അല്ലെങ്കിൽ EMS, ജ്യോതി ബസു ഇങ്ങനത്തെ ആൾക്കാരാണ്. പിണറായി വിജയനെതിരെ ഇത്ര ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവക്കാർ വരും, വെട്ടും കുത്തും. അതൊക്കെ ഓരോ ശത്രുക്കൾ വെറുതെ അണ്ണനെ പറ്റിക്കാൻ വേണ്ടി ഇന്നോവക്കാരെന്നൊക്കെ പറയുന്നതാ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയൂല, ചെയ്യുള്ളൂ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയൊന്നുമില്ല, ചെയ്യുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരല്ല.
ഇപ്പോഴത്തെ ഇപ്പൊ അണ്ണനോട് ഇപ്പൊ ഇന്നോവ കാറിൽ വരും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാരല്ല. കോൺഗ്രസ് നേതാവ് പിണറായി വിജയൻ എന്താ പറയുന്നത്? ഉണ്ടായും പറയുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ അണ്ണനെ കമ്മ്യൂണിസ്റ്റുകാരിൽ വരും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാരല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വെറുതെ ഭീഷണിപ്പെടുത്തൊന്നുമില്ല, പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ ആരായിരിക്കും? ശത്രുക്കള്. അണ്ണനെ വെറുതെ ഇവർക്കെതിരെ തിരിക്കാൻ വേണ്ടി പറയണായിരിക്കും. ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തൊട്ടിട്ടുണ്ടോ? ആൾക്കാർ വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്താ ഇങ്ങനെ പറയണമെന്ന്? ചോദിച്ചിട്ടില്ലേ? അപ്പൊ അവരങ്ങനെ ചെയ്യൂല. ചുമ്മാ ഇവര് പാൽക്കുപ്പി കേസുകളല്ല കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ പിണറായി വിജയനെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ ഇപ്പൊ പറയാൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ഞാൻ പറയട്ടെ, പിണറായി വിജയനെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ അണ്ണൻ പറയുമ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, കഴിവുണ്ടെന്ന്. അപ്പൊ എന്തിലാ കഴിവുള്ളത് പറ? അത് ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ ഒരു സ്റ്റാൻഡ് വെച്ച് ആ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ എന്തെങ്കിലും കഴിവുള്ള നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി. അങ്ങനെയുള്ള ഒരാളല്ലേ ഭരിക്കേണ്ടത് നമ്മളെ. എനിക്ക് വേറെ പ്രശ്നമുണ്ട്, ഇങ്ങനെ അഴിമതി. എന്തഴിമതി? എനിക്ക് ഈ അഴിമതി മനസ്സിലാവുന്ന കൂടി. എന്തഴിമതി? ഒരഴിമതി പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ പുള്ളി ഇപ്പൊ ഇലക്ഷൻ നിന്നപ്പോൾ കൊടുത്ത ഇതാണോ? പുള്ളി എത്ര രൂപ ഉണ്ടാക്കിയിരിക്കുന്നു, എത്ര രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു? ഇല്ലെന്ന് പറയുന്ന VS അച്യുതാനന്ദൻ അഴിമതിക്കാരനല്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പരസ്യമായ രഹസ്യങ്ങളാണ്. VS അച്യുതാനന്ദൻ ഇവർ ആദർശ രാഷ്ട്രീയം പ്രായോഗിക രാഷ്ട്രീയം രണ്ടെണ്ണമുണ്ട്. ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണ് VS അച്യുതാനന്ദൻ, AK ആന്റണിയല്ല. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണ് K കരുണാകരൻ അല്ലെങ്കിൽ പിണറായി വിജയനല്ല. പ്രായോഗിക രാഷ്ട്രീയമുള്ള ആൾക്കാർ മിക്ക നല്ല രീതിയിൽ അഴിമതിയുണ്ട്. ഇപ്പോൾ VD സതീശനെതിരെ പിണറായി വിജയൻ്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു? എന്താ പറയും? അതായത് RSSന്റെ പരിപാടിക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ദീപം തെളിയിക്കണത് VD സതീശൻ. ആ പോസ്റ്റ്, അതായത് ആ ഫോട്ടോ സഹിതം ഇട്ടുകൊണ്ട് പിണറായി വിജയൻ VD സതീശനെ വിമർശിച്ചിരുന്നു. കാരണം VD സതീശൻ പറഞ്ഞു BJP ആയിട്ട് CPM ഡീലുണ്ടെന്ന് പറഞ്ഞതിൻ്റെ മറുപടി ആയിട്ടാണ്. ഡീല് ശരിക്കും VD സതീശനാണെന്ന് പറഞ്ഞത്. ഞാനീ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSS തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയണം. ഈ ഇലക്ഷൻ ആരും അറിയാതെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഏത് വകയിൽ? ഈ ഇലക്ഷന് കോൺഗ്രസിനെ തോപ്പിക്കാൻ വേണ്ടി ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസം പറഞ്ഞാൽ രണ്ട് കാര്യമേ ഉള്ളൂ, ഒന്ന് ഗുണ്ടായിസം, അഴിമതി. ഇപ്പോഴത്തെ കമ്മ്യൂണിസം ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകളുടെ സ്നേഹം ഉണ്ടായതുകൊണ്ടാണ്, പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യണം. അഴിമതി അതായത് UDF വന്ന അഴിമതി മാറുന്നാണ് പറയുന്നത്. എല്ലാവർക്കും അഴിമതി ഉണ്ട്, എല്ലാ പാർട്ടിക്കും അഴിമതി, എല്ലാവർക്കും പോസിറ്റീവ്. ഇവരാരും ദൈവങ്ങളോ വലിയ ഒന്നല്ല, ഇവർക്ക് എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള കോൺഗ്രസ് പാർട്ടിയിലാണ്. അവരാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്നത്. അവർക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ല, അവർ കുടുംബത്തോടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കുടുംബത്തോട് പ്രതിബദ്ധത വന്ന് സമൂഹത്തോട് ഇല്ലാതെ വരുമ്പോൾ ആ അഴിമതി വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഭരണം കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അവർ ഗുണമാണ്, അവർ ആക്രമണാസ്ത്രീയമില്ല. ഇപ്പം അവർ ഇതുണ്ടെങ്കിൽ അവർ ഇതുപോലെ ഇത്ര ഡാമേജ് ഉണ്ട്. ഇപ്പോൾ TP ചന്ദ്രശേഖരനെല്ലാം എത്ര വെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വയലൻസ് ഇല്ല പറയാൻ പറ്റുമോ? RSSൽ വയലൻസ് ഇല്ല പറയാൻ പറ്റുമോ? വയലൻസ് ഭയങ്കരമാണ്, ആൾക്കാരെ കൊന്നുകളിയാണ്. ജനാധിപത്യ രാജ്യം ഇവിടെ ഒരു ആളെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തട്ടിക്കളിയാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇവൻ റൈറ്റ് ടു ഫ്രീഡം സ്പീച്ച് അപ്പഴേ സ്വാതന്ത്ര്യം ഇല്ല. ഈ BJPക്കാരാണ് മോഡിക്കെതിരെ എന്ന് പറഞ്ഞാൽ അപ്പം അറസ്റ്റാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ അല്ലെ കമ്മ്യൂണിസത്തിനെതിരെ ആരും വിമർശിക്കുന്നില്ല എന്നാണോ എന്നിട്ട് പറയാം? ഇപ്പോൾ EP ജയരാജൻ പോലെ ആൾക്കാരെല്ലാം എത്ര വിമർശനങ്ങൾ ഏൽക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളടക്കം എത്രത്തോളം വിമർശിക്കുന്നു. ഇപ്പോൾ സന്തോഷേട്ടനടക്കം കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങളൊക്കെ വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എന്തെങ്കിലും സംഭവിക്കാൻ പറയാൻ പറ്റില്ല. EP ജയരാജൻ ഞാനിപ്പോൾ ജോയിമായിട്ട് പറയുന്നുണ്ട്, ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എപ്പോൾ ആണെങ്കിൽ എന്തുകൊണ്ട് സംഭവിക്കാം. ഇവരെന്താ ചെയ്യുന്ന? EP ജയരാജൻ പോലെ ആൾക്കാരിൽ എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആഡ് ചെയ്യുന്നത് മനസ്സിലാവണില്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളാണ്. ഇവർ ഭീഷണി ഒരുപാടുണ്ട്, നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇയാളെന്താ ഇങ്ങനെ പറയാൻ കാരണമോ? അത് ഒരു സംവാദത്തിനോടൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ സന്തോഷേട്ടൻ്റെ മണ്ഡലം ഏതാണ്? ഇവിടെ തൃക്കാക്കരയിൽ ഉമാ തോമസ് 100% ഉറപ്പിൽ ജയിക്കില്ലേ? ജയിക്കാനും സാധ്യത അല്ലേ? എന്തുകൊണ്ടാണ് ഇതൊരു UDF മണ്ഡലമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്? PT തോമസ് നേതാവ് കാരണം. PT തോമസ് നല്ല ഇമേജുള്ള മനസ്സിലാണ്, കോൺഗ്രസ്സുകാരനായിരുന്നു. ആ ഒരു ഇമേജ് പുള്ളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആര് വന്നാലും ഉമാ തോമസിനെതിരെ ആര് മത്സരിച്ചാലും ജയിക്കില്ല എന്നൊരു സാഹചര്യമാണോ? കൂടുതൽ സാധ്യത ഉമാ തോമസ് ജയിക്കാനാണ്. അഖിൽമാരാൻ ചാൻസ് കുറവാണ്. അഖിൽമാരാർ ചെയ്താൻ ഇലക്ഷനിലേക്ക് ഉണ്ട്. ചെയ്താൻ ജയിക്കുന്ന പുള്ളിക്ക് തന്നെ ഉറപ്പാണ്, പുള്ളി ജയിക്കില്ല. AJP ഇറങ്ങി ചിലപ്പോൾ ജയിച്ചിട്ട് വരുന്നതാണ്. AJP ഇറങ്ങി ചിലപ്പോൾ ജയിച്ചിട്ട് വരും, ജയിക്കില്ല.
അലിൻ ജോസ് പെരേര ഏത് പാർട്ടിയിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹം? കോൺഗ്രസ്. എന്തുകൊണ്ടാണ് അലിൻ ജോസ് പെരേര കോൺഗ്രസിൽ മത്സരം? ക്വാളിറ്റി അവനുണ്ട്. മറികടം ചാടുക, കുതുവാൽ വെട്ടുക, വെട്ടുക എല്ലാം ഉണ്ട്. അത് അനുഭവിച്ച ആളാണ് ഞാൻ. എന്നെ കുതുവാൽ വെട്ടി മറികടം ചാടിയാണ് പുള്ളി ഇവിടെ എത്തിയത്. ആദ്യം പുള്ളിക്ക് ഒരുപാട് ഇന്റർവ്യൂ അറിഞ്ഞു കൊടുത്ത ആളാണ് പുള്ളി. പക്ഷേ അലിൻ ജോസ് പെരേര സന്തോഷ് വർക്കിയെ ചതിച്ചുകൊണ്ടാണ് ഇപ്പൊ ഫേമസ് ആയെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിൻ്റെതായ രീതിയിലല്ലേ ഫേമസ് ആയിരിക്കുന്നത്. പുള്ളി പ്ലാൻ ചെയ്ത് വൈറലാണ്. പുള്ളി ആദ്യം വന്ന റഷാഖ് മട്ടഞ്ചേരി പലരും തള്ളി പറയാനുണ്ട്. വന്ന വഴി മറന്ന ആളാണ്. പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഒന്നുമില്ല. അലിൻ ജോസ് പെരേര എങ്ങനെയാ വന്നത്? പുള്ളി പ്ലാൻ ചെയ്ത വന്നതാണ്. ഞാൻ വൈറലായി ഒരു വർഷത്തിന് ശേഷം പ്ലാൻ ചെയ്ത് വൈറലായി വന്ന പുള്ളി കൊണ്ടുവന്ന രമേശ് ഈ എന്താണ് റഷാഖ് മട്ടഞ്ചേരി കുറേ ആൾക്കാരുണ്ട്. അവരോട് പുള്ളി തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അവരെയൊക്കെ പോറ്റണം എന്നാണ് പറയുന്നത്. അല്ല, അവരോട് ആത്മാർത്ഥ വന്ന വഴി മറക്കാൻ പാടും. പോറ്റൊന്നും വേണ്ട, വന്ന വഴി മറക്കരുത്. വന്ന വഴി മറക്കാൻ പാടും. അവർ കണ്ടുകഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യില്ല. ഞാൻ തന്നെ എത്ര ഇൻ്റർവ്യൂ ആദ്യം അറിഞ്ഞു കൊടുത്തു. എന്നിട്ട് പുള്ളി പറയണം, മീഡിയക്കാർ പറയണം, ആറാട്ടനെ വിളിക്കേണ്ട, അവനെ വിളിച്ചാൽ മതി. അങ്ങനെ വന്ന വഴി ഓർക്കണ ആളൊന്നുമല്ല. ഇത് മറ്റേ ഭരതം സിനിമ പോലെ ആയി പോയല്ലോ. അതുപോലെ അല്ല, ഇത് ഉള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ അവൻ ഭയങ്കര, നിങ്ങൾ വിചാരിക്കണമല്ല, ഭയങ്കര ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റിയ ആളാണ്. ഇങ്ങനെ കളിക്കാൻ നല്ല കഴിവാണ്. കളിക്കാനോ? ആ കളിയല്ല, ഇങ്ങനെ കരുക്കൾ നീക്കാനും മുന്നോട്ട് പോകാനല്ല പുള്ളിക്ക് അറിയാം. പുള്ളി കൂടെ ആരും നിർത്തുന്നുണ്ടെങ്കിൽ അതാ പുള്ളിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടാണ്, അല്ലാതെ നിർത്തില്ല. പുള്ളി ഇപ്പോൾ രക്ഷാകർ മണിച്ചേരി വിട്ട് ഇയാൾ അഭിലാഷായിട്ട് പറയുമ്പോൾ അഭിലാഷത്തിന് ഇയാളെ ഗുണമുണ്ട്, അഭിലാഷെ കൊണ്ട് ഇയാൾക്കും ഗുണമുണ്ട്. അങ്ങനെ പറഞ്ഞാണ്. കാരണം കുറേ മിമിക്രി താരങ്ങളായിട്ട് ബന്ധമുണ്ട്. അഭിലാഷാട്ടയം രണ്ടുപേരും ഗുണമുണ്ട്. അലിൻ ജോസ് പെരേര ചിലപ്പോൾ വളരെ പാവമായിട്ട് സംസാരിക്കാറുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അലിൻ ജോസ് പെരേര സന്തോഷ് വർക്കിയേക്കാൾ ഫേമസ് ആവുന്നതിന് സന്തോഷ് വർക്കിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് വിഷമമില്ല. ഒരു വിഷമം എനിക്ക് വിഷമമൊന്നുമില്ല. അവൻ അർഹിക്കിട്ടും സംശയമുണ്ട്. അർഹിക്കുന്നുണ്ടോ? കാണിക്കുന്ന കോമാത്രം മാത്രമേ, വേറെ ഒന്നും കാണിക്കാറിയില്ല. കോമാത്രം മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ നാഷണൽ അവാർഡ് കിട്ടുന്ന പടത്തിൽ അഭിനയിച്ചിട്ടൊന്നുമല്ലോ പുള്ളി ഫേമസ് ആയത്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെയല്ലല്ലോ ഫേമസ് ആയത്. അപ്പൊ പുള്ളി കാണിക്കുന്നതിന് പുള്ളി ഫേമസ് ആവുന്നുണ്ട്. പുള്ളി മണപ്പൂരം കോമാത്രം കാണിക്കുന്നു. ഞാൻ കാണിക്കുന്ന ആൾക്കാർ വളച്ചൊടിക്കുന്നു. ഞാൻ നേരിട്ട് ഒരു കോമാത്രം കാണിച്ചിട്ടില്ല. ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതുവരെ മണപ്പൂരം കാണിച്ചിട്ടില്ല. വളച്ചൊടിച്ചതാണ്. അയാൾ നേരിട്ട് ചെയ്യുന്നു, റെഡിമെയ്ഡ് കൊടുക്കുന്നു. എന്നെ ഇവർ വളച്ചൊടിക്കുന്നു. എന്തൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ട്? അയാൾ സ്മാർട്ടൊക്കെയാണ്. അയാൾക്ക് ഈ ലൈനിൽ പിടിച്ചേക്കാനുള്ള അറിയാം. കഴിവുള്ള ആൾ തന്നെയാണ്. സ്മാർട്ടാണ്. എന്നെക്കാളും പ്രാക്ടിക്കലാണ്. തൂക്കി കിട്ടുന്ന എല്ലാ സ്വഭാവമുണ്ട്. ഇപ്പോൾ സന്തോഷ് വർക്കിക്കെതിരെ പെണ്ണ് കേസ് വന്നിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ കേസ് വന്നിട്ടുണ്ട്. പക്ഷേ അലിൻ ജോസ് പെരേരയ്ക്കെതിരെ അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല. ഉണ്ടാല് ആ ഗ്രൂപ്പിൽ 5 പേര്, ഞാൻ, പെരേര, അഭിലാഷ് അട്ടായം, ഡയറക്ടർ വിനീത്, പിന്നെ ബ്രൈറ്റ്, ഓൾ ബ്രൈറ്റ്, ഈ 5 പേരുടെ പേരിലെ കേസ് വന്നിട്ടുണ്ട. ഫോട്ടോ ആണെങ്കിൽ എൻ്റെയും പേരുടെ ഫോട്ടോ വന്നു. എൻ്റെ ഫോട്ടോ വലുതായി പോയി, പുള്ളിയുടെ ഫോട്ടോ ചെറുതായി പോയി. പുള്ളി ഏഷ്യാനെറ്റ് വിളിച്ചു പറഞ്ഞു ഈ ഫോട്ടോ ചെറുതായി പോയല്ലോ. അപ്പോൾ പുള്ളിയുടെ ഒരു ചട്ടം പറയാമല്ലോ, ഏഷ്യാനെറ്റുകാർ ഇപ്പോൾ വിളിച്ച് പരിപാടി വിളിച്ചു പറഞ്ഞു. അതിന് പുള്ളി വിളിച്ചു പറഞ്ഞു എൻ്റെ ഫോട്ടോ ചെറുതായി പോയി, ശരിയല്ല. ഏഷ്യാനെറ്റുകാർക്ക് പ്രിയപ്പെട്ട പുത്രനായി മാറി AJP. വല്ല അറിയുന്നുണ്ടോ നിങ്ങൾ? ഏഷ്യാനെറ്റ് വിളിച്ചോ നിങ്ങളെ? എന്നെ ഇവിടെ വിളിച്ചു. ഏതാ ശ്രീകണ്ഠനായി ടോക്ക് ഷോയ്ക്ക് വിളിച്ചു, ഫ്ലവേഴ്സ് TV. പോയില്ലേ? ഞാൻ പോയി സംസാരിക്കുകയും ചെയ്തു. അതിൽ പെരേര കൊണ്ടുപോകാത്ത പെരേരയ്ക്ക് വളരെ വിഷമമുണ്ട്. അല്ല, ഇത് ഒരു അവാർഡ് ഫംഗ്ഷൻ വിളിച്ചു പെരേരയെ. കിട്ടിയാൻ വേണ്ടിയല്ല, അല്ല അവാർഡ് കൊടുക്കാൻ വേണ്ടിയൊന്നുമല്ല. അവാർഡ് കൊടുക്കാൻ വേണ്ടി കിട്ടിയാൻ വേണ്ടിയല്ല. അവാർഡ് കൊടുത്താ വിളിക്കുക ഏതാ അവാർഡ്? അല്ല ഞാൻ ചെയ്യട്ടെ ഇപ്പോ അവാർഡ് കിട്ടാൻ വേണ്ടിയല്ല, കിട്ടിയാൻ വേണ്ടി വിളിച്ചത്. അല്ല ഞാൻ അവാർഡ് കിട്ടിയിട്ട് APJ അബ്ദുൽ കലാം അവാർഡ് കിട്ടിയിട്ട് ബെസ്റ്റ് റിവ്യൂർ. APJ അബ്ദുൽ കലാം അവാർഡ് കൊടുത്തിട്ടാരോ എവിടെ APJ അബ്ദുൽ കലാം നടക്കേടാണ്. AJP അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് റിവ്യൂർ അവാർഡ്. APJ അബ്ദുൽ കലാം അവാർഡോ? അത് ഏത് അവാർഡ്? ലോക്കൽ പാർട്ടീസ് ഉണ്ടാക്കിയതാണ്. അദ്ദേഹം ആ മഹാന്റെ പേരിട്ടിട്ടാ. വല്ല സന്തോഷ് വർക്കി അവാർഡൊക്കെ കൊടുക്കാം. ആര് ചോദിച്ചു വേൾഡ് സിനിമയിൽ കാണാറുണ്ട്? പുള്ളി മലയാള സിനിമയിൽ കാണാൻ സമയമില്ല, വലിയ വേൾഡ് സിനിമ കാണാൻ പോകണം. അല്ല ചാർലി ചാപ്ലിൻ ചോദിച്ചു അത് ഏത് ബാക്രിയല്ലേ എന്ന് പറഞ്ഞു മാറ്റിയ. എന്താ പുള്ളിക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ പുള്ളിക്ക് പ്രായോഗികതയുണ്ട്. അതാണ്. അപ്പൊ ഇത്രയും വയസ്സായിട്ടും അണ്ണനില്ലാത്ത പ്രായോഗികത എന്നെക്കാളും പ്രായോഗികത അയക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സംഭവം. കേസ് എല്ലാം നല്ല പ്രാക്ടിക്കലാണ്. ടൂക്കി കേസ് വളരെ സ്മാർട്ടാണ്, പ്രാക്ടിക്കലാണ്. പക്ഷെ അവർ കുഴപ്പം പറഞ്ഞാൽ കുറച്ച് മനുഷ്യത്വം കുറവാണ്, ഡ്രഗ്സ് ഉപയോഗം കൂടുതലാണ്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അലിൻ ജോസ് പെരേര ഡ്രഗ്സും അങ്ങനെ ഒന്നും ഉപയോഗിച്ചൊന്നുമില്ല, പെണ്ണ് വിഷയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതൊരു ആരോപണമാണെന്ന് ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് പെണ്ണുങ്ങളായി വീക്ക്നെസ് പുള്ളിയാണ് പറഞ്ഞു. LKG മുതൽ പെണ്ണുങ്ങളെ ആവശ്യമുണ്ട്, പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റില്ല.
പുള്ളി കിട്ടുന്ന കാശ് പോയി അതിനെ ചിലവാക്കണം. എന്താണ് കിട്ടുന്ന കാശ് പോയി പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ വിളിക്കുന്നത്. പക്ഷെ എന്നിട്ട് LJP അവിടെ പിടിക്കണം ഇവിടെ പിടിക്കണം കോപ്പറേറ്റ് ചെയ്യില്ല. ടച്ചിങ്സ് അവിടെ ടച്ച് ചെയ്യണം ഇവിടെ ടച്ച് ചെയ്യണം. എന്നിട്ട് AJPക്കെതിരെ ഒരു പെണ്ണിന്റെ പരാതി പോലും ഇല്ല. അവരിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ആരോധിക്ക് വെച്ചിട്ടുണ്ടോ? ചിലരെ പുള്ളി ചതിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ശ്രീലക്ഷ്മി അല്ല പെരേര കാരനാണ് വന്നത്. പിന്നെ അതേന് പെരേര മൈൻഡ് ചെയ്തിട്ടില്ല. റെയിൻ സുധിയാണെങ്കിൽ കുറച്ച് മാറിപ്പോയി. പഴയ പെരേര ഇനി കുഴപ്പമില്ല. എല്ലാം പുള്ളി ഒരുപാട് ചതിച്ചിട്ടുണ്ട്, ചീറ്റ് ചെയ്തിട്ടുണ്ട്. AJP തന്നെ പുള്ളി പറഞ്ഞ് കൊണ്ടുവന്നിട്ട് പുള്ളിയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അണ്ണൻ പറയുന്നു AJPക്കെതിരെയും കേസൊക്കെ ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അണ്ണൻ മാത്രം ജയിലിൽ പോയി? അതാണ് AJPയുടെ കഴിവ്. എന്ത് കഴിവ്? AJPക്ക് അത്രയും ഹോൾഡ് ഉണ്ടോ? ഹോൾഡൊന്നുമില്ല. AJP പറയുന്ന ആരും വിലകളിപ്പിക്കില്ല. കാരണം AJPക്ക് ഒരു ഇമേജ് ഉണ്ട്, ഇമേജ് പൊട്ടണമാണ്. AJPക്കെതിരെ ഒരു പീഡന കേസ് വന്നാൽ പോലും ആരും വിശ്വസിക്കില്ല. അല്ല അങ്ങനെയാണ് പറയുന്നത്. അല്ലല്ല ആ പൊട്ടണ ഇമേജ് ഉള്ളാളം കാലം അവനെ ആരും ഒന്നും ചെയ്യില്ല. അതല്ല AJPക്കെതിരെ ഒരു പീഡന കേസ് വന്നപ്പോൾ ആരും വിശ്വസിക്കില്ലെന്നാണ് പറയുന്നത്. അതിനുള്ള കഴിവ് അവനില്ലാന്ന് വിചാരിക്കും. അല്ല അവൻ എന്നോട് പറഞ്ഞത് പൊതുവേ ഒരു ഇമേജ് ഉണ്ട്, അവൻ പൊട്ടനാണ്. അവൻ്റെ ആരും അവനെതിരെ കേസ് കൊടുക്കില്ല. യഥാർത്ഥത്തിൽ പൊട്ടനാണ്, പൊട്ടനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ AJP ആളുകളെ പറ്റിക്കണം. പിന്നെ എല്ലാം പാട്ടല്ല ഈ മണ്ടന്മാരെ ആൾക്കാർ എത്ര നാളുണ്ടാവും, അത്ര നാളെയും പിടിച്ചേക്ക് പോകുന്നു. AJP ശരിക്കും അപ്പോൾ കഴുതിയാണ്. അതവൻ പുള്ളിക്ക് പറ്റിയ രാഷ്ട്രീയം സിനിമയൊന്നല്ല. അപ്പോൾ AJP പുള്ളി സിനിമയൊന്നും രാഷ്ട്രീയത്തിലൊക്കെയല്ല, പുള്ളി ഏറ്റവും ടോപ്പിലെത്തും. അപ്പോൾ AJP ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പുള്ളി ഇറക്കാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അല്ലാതെ ഈ ഡോക്ടർ റോബിനോ ചെകുത്താനോ അഖിൽമാരോ എന്നല്ല, AJP ആണ് ഇറങ്ങേണ്ടത്. VD സതീശന് ഒരു അപേക്ഷ കൊടുക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു BJPയേക്കാൾ ഭേദമാണ് AJP. BJPയേക്കാൾ ഹോൾഡ് AJPക്ക് ഉണ്ട് കേരളത്തിൽ. BJPനേക്കാൾ ഹോൾഡ് AJPക്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിൽ വന്നാൽ ചിലപ്പോൾ ഭാവിയിൽ മുഖ്യമന്ത്രി കൂടെ ആയിക്കളയുന്നു. ഏത് പാർട്ടി? കോൺഗ്രസ് പാർട്ടിയിൽ AJPനെ എടുക്കണം. അങ്ങനെയാണ് സന്തോഷ് വർക്കിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യായിരുന്നില്ലേ VD സതീശനോടോ മറ്റോ? അങ്ങനെ അറിയൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും? അത് ഞാൻ അങ്ങനത്തെ പറയാറില്ല. അല്ല ഇവരോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യൂ സോഷ്യൽ മീഡിയ വഴി. അറിയില്ല പേഴ്സണലി. AJPനെ കാൻഡിഡേറ്റ് ആക്കാൻ പറയൂ. ഞാൻ പറഞ്ഞത് കേൾക്കില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ബോധം വരില്ലോ. ശരിക്കും അവരെ ആക്കിയെന്നുള്ളതായിരിക്കും. അപ്പം ആൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു BJPയേക്കാൾ ഭേദമാണ് AJP. BJPയേക്കാൾ ഭേദമാണ് AJP എല്ലാ കാര്യത്തിലും. ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് നോക്കി. ഇപ്പോൾ ഇവിടുത്തെ BJPയേക്കാൾ പോപ്പുലാരിറ്റി ഉള്ളത് AJPക്കാണ് മലയാളികളുടെ ഇടയിൽ. എന്നാലും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രത്തോളം ടൈപ്പിൽ നോക്കുക. BJPക്കാരുടെ സപ്പോർട്ട് അറിയാവുന്ന ആൾക്കാർ AJPയാണ്. അതെ, ചുരുങ്ങിയ കാലം കൊണ്ട് AJP ഉണ്ടാക്കിയെടുത്ത അല്ല പറയട്ടെ അല്ല ഞാൻ ചോദിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ട് AJP ഉണ്ടാക്കിയെടുത്ത ഫാൻ ബേസ് കാണുമ്പോൾ ആറാട്ടണ്ണന് ഒരു വിഷമമുണ്ടോ? എനിക്ക് അസൂയൊന്നുമില്ല. പക്ഷേ പുള്ളി ഇത്ര അറിയിക്കിട്ടും സംശയമുണ്ട്. എനിക്ക് അറിയിക്കുന്നുണ്ടോ? കോമാത്രം മാത്രം പുള്ളി കാണിക്കില്ല, വേറെ ഒന്നും പുള്ളി പറയാനില്ല. പുള്ളി ഇൻ്റലക്ച്വലായിട്ട് സോഷ്യൽ കമ്മിറ്ററായിട്ട് ഒന്നും പറയാനില്ല. കോമാത്രം കാണിക്കണം. പക്ഷെ ആള് മിടുക്കൻ തന്നെയാണ്. അപ്പോൾ വിഷമമൊന്നുമില്ല. എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? അപ്പോൾ സന്തോഷേട്ടനൊരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എന്നോട് അസൂയ തോന്നിയിട്ടുണ്ടോ എന്ന് AJPനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ AJP പറയുന്ന മറുപടി അസൂയ തോന്നാൻ മാത്രം താങ്കൾക്ക് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് ശരിക്കും സന്തോഷേട്ടനുള്ളത്? പുള്ളി ഇടയ്ക്ക് MBA എടുക്കാൻ പോയി. എനിക്ക് JRFും PhD പുള്ളി MBA എടുക്കാൻ പോയി. പിന്നെ എന്താണ് മറ്റേ ക്രിക്കറ്റ് കളിച്ച ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല എല്ലാവരും പറഞ്ഞു. അത് പുള്ളിക്ക് ഏറ്റു. പിന്നെ ഇപ്പോൾ ഇന്നാണ് ഫ്ലവേഴ്സിൽ വിളിച്ചോന്ന് ചോദിച്ചു എന്തുകൊണ്ട് പുള്ളിയെ വിളിച്ചില്ല. ശ്രീകണ്ഠനായിട്ട് ടോക്ക് ഷോ തന്നെ പുള്ളിയെ വിളിച്ചില്ല. ചില കാര്യത്തിൽ പുള്ളിക്ക് എന്നോട് അസൂയുണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, AJPയേക്കാൾ കൂടുതലായിട്ട് അല്ല ഞാൻ പറയട്ടെ അല്ലല്ല എൻ്റെ ചോദ്യം ഇതാണ്, AJPയേക്കാൾ കൂടുതലായിട്ട് ആറാട്ടണ്ണൻ എന്താണുള്ളത്? എല്ലാവരും പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്നെക്കാളും പ്രാക്ടിക്കലാണ് അവൻ, പ്രായോഗികതയുണ്ടാവും. കരിക്കം നീക്കാനും പ്ലാൻ ചെയ്ത് വൈറലായതാണ്. അല്ല പറഞ്ഞാൽ അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ആളാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങി സക്സസ്ഫുള്ളാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ആൾ പൊട്ടണമെന്നല്ല, ആ പൊട്ടനായിട്ട് അഭിനയിക്കുക. അവൻ തന്നെ പറഞ്ഞു ഈ പൊട്ടൻ ഇമേജ് കൊണ്ട് ഉണ്ടായതുകൊണ്ട് അവന് എന്തൊരു കേസ് വരാത്തതാണ്. പൊട്ടൻ ഇമേജ് ഉണ്ടല്ലോ, അതുകൊണ്ട് വേണം അവന്. ഇപ്പോൾ അവൻ എന്ത് പറഞ്ഞാൽ ആരും വില കൽപ്പിക്കില്ല. ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാ ആൾക്കാർ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഫേസ്ബുക്കിൽ നിന്നെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എനിക്ക് ഇത്രയും കേസ് വരാൻ കാരണം. അപ്പോൾ AJP ഒരു വാളയാർ പരമശിവൻ പോലത്തെ ഒരു മോഡലാണെന്നാണോ പറയുന്നത്? AJP വാളയാർ പരമശിവനല്ല, വേറെ ആരും ഉണ്ടല്ലോ. AJP ഏത് ടൈപ്പാണ് സിനിമയിൽ ഓർമ്മയായിട്ടുള്ള ഒരു വാളയാർ പരമശിവത്തിൻ്റെ ഒക്കെ ഒരു മോഡലാണോ AJP? കാരണം യഥാർത്ഥത്തിൽ AJP അതല്ല. AJP വളരെ കണ്ണിങ്ങായ ഒരാളാണെന്നല്ലേ പറഞ്ഞത്. ക്രൂക്കഡാണ്, വക്രതയുണ്ട്, രാഷ്ട്രീയത്തിൽ വേണ്ട അതാണ് അല്ലേ. പക്ഷെ നമ്മളെ പറ്റിക്കാണ് വേറൊരു കഥാപാത്രമായിട്ടുണ്ടല്ലോ ഈ മണ്ടന്മാർ ഉള്ളോളം കളയാൻ പിടിച്ചു പോകുന്നു. അതാണ് ഒരു വാളയാർ പരമശിവൻ മോഡലാണോ AJP? ആ സ്റ്റൈലാണ്. ജനങ്ങൾ മണ്ടന്മാരാണ്, അവനല്ല മണ്ടൻ, ജനങ്ങളാ മണ്ടൻ. അപ്പോൾ ഒരു അവതാരപ്പിറവിയാണ്.
അത് രാഷ്ട്രീയക്കാർ ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും വിചാരം പോട്ടറാണ്. അങ്ങനെയല്ല, ആരും അത് മനസ്സിലാക്കുന്നില്ല. ഭാവിയിലെ കോൺഗ്രസ്സിലെ വലിയൊരു രാഷ്ട്രീയക്കാരാണ്, കഴിവുള്ള ആളാണ്. ഇവൻ മുഖ്യമന്ത്രി കൂടെ ആയെന്ന് വരും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഖജനാവ് കാലിയാം, പുള്ളിനെ വീട് പോകും, നടക്കാൻ പോകണ്ട. ജനങ്ങൾക്ക് ഗുണമുണ്ടാകാൻ പോകില്ല. പുള്ളി എല്ലാം അഴിമതി ചെയ്ത് കാശുണ്ടാക്കി പുള്ളിക്ക് ഗുണമുണ്ടാവും, ജനങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. ഖജനാവ് കാലിയാവും. അപ്പോൾ നമുക്ക് ഇനി രാഷ്ട്രീയത്തിലേക്ക് വരാം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കും? എല്ലാവരും പറയുന്നത് LDF എന്ന് പറയണേ. എനിക്കും തോന്നുന്നു അങ്ങനെയാണ്. പക്ഷെ കഴിഞ്ഞ ഇലക്ഷന് മറ്റേ ഇലക്ഷന് കോൺഗ്രസ്സാണ് വന്നത്. ഒന്നും പറയാൻ പറ്റില്ല. ഇത് ക്രിക്കറ്റ് മാച്ച് പോലെയാണ്. അവസാനം അട്ടിമറി ഉണ്ടാവുക. ഇപ്പം എല്ലാവരും LDF എന്ന് പറയുന്നുണ്ട്. അവസാനം ചിലപ്പോൾ UDF കയറി വരുന്നു വരും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ചപ്പോൾ കിറ്റ് കൊടുത്തതുകൊണ്ടാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞ ആരോപണം ഉണ്ടായിരുന്നു. അണ്ണന് നോക്കി അണ്ണന് തോന്നുന്നുണ്ടോ മലയാളികൾ അങ്ങനെ കിറ്റ് കൊടുത്താൽ മാറ്റിക്കുത്തുന്നവരാണെന്ന് തോന്നുന്നുണ്ടോ? മലയാളികൾ രാഷ്ട്രീയത്തെ ആയാലും കുറച്ച് മട്ടന്മാർ തന്നെയാണ്. അവസാന സമയത്ത് എന്ത് ചെയ്യുന്നു അതായത് അവർ നോക്കുന്നു. എന്നിട്ട് മറ്റേ പെൻഷൻ കൊടുത്തിട്ട് പോലും അവർ പെൻഷൻ കൊടുത്തിട്ട് രക്ഷപ്പെട്ടില്ല. പക്ഷേ ജനറലി അവസാന സമയത്ത് എന്ത് ചെയ്യുന്നു അത് അവർ നോക്കുന്നു. ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. ഏതോ സിനിമയിൽ രാമലീല സിദ്ദിഖ് പറഞ്ഞ പോലെ പൊതുജനം കഴുതാം, പൊതുജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. നിലവിലെ UDF പൊതുജനത്തെ പറ്റിച്ചാണ് രാഷ്ട്രീയക്കാർ സിനിമാക്കാരിൽ പൊങ്ങി വരുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് AGP. വിട്ടില്ലല്ലോ ഞാൻ പറയുന്നത്. AGP ഇത്ര മോശം കിടക്കാക്കില്ലേ? അണ്ണം പോലെ AGP കുറിച്ച് ഇത്ര സംസാരിക്കുന്നു. ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു മനുഷ്യനാണ്. അറിയോ നിങ്ങൾ? കോപാട് കളിയാ സത്യമല്ലേ? ലോകം മുഴുവൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ വെള്ളേഴ്സും അറിയാവുന്ന ആളാണ്. അണ്ണൻ എന്തോ AGPനോട് ഒരു അസൂയുള്ള പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒരു എതിരാൾക്കാർക്ക് മറ്റേ ആളുടെ വില മനസ്സിലാവുള്ളൂ. എനിക്കറിയാം അവനെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല. അവന് നിങ്ങൾ വേഗണമെന്നല്ല, ഭയങ്കര ഒരു പൊട്ടണോ അല്ല, അവൻ ഭയങ്കര വക്രതയാണ്, ക്രൂക്കഡ്നെസ് ഭയങ്കരമാണ്. അപ്പോൾ കേരള മുഖ്യമന്ത്രിയായി AGP വരണം. ഭാവിയിൽ കേരള മുഖ്യമന്ത്രിയായി AGP വരണോ? എന്നിട്ട് എന്തിനാണ്? ഖജനാവ് കാലിയായിക്കോളൂ. ഞാൻ പറയട്ടെ, പുള്ളിക്ക് കൂടെ ഉണ്ടാവും, നാട്ടുകാർക്ക് കൂടെ ഉണ്ടാവില്ല. പുള്ളിക്ക് കൂടെ ഉണ്ടാവും. അല്ല, ഈ ടീം UDF അതൊക്കെ നിലവിലെ UDF സന്തോഷ് വർക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ്? സതീശനായിരുന്നു. ഇപ്പോൾ പോയി. എന്തുകൊണ്ട്? VD സതീശൻ കരുണാകരൻ്റെ കഴിവും മറ്റേ AK-ൻ്റെ ആദർശമുള്ള ആളാണ് ഈ വിചാരിച്ചത്. അപ്പോൾ അടുത്ത കാലത്ത് ഇങ്ങനെ കള്ളം പറയുന്നത് കണ്ടിട്ട് എൻ്റെ പ്രതീക്ഷ പോയിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇവരെന്നെ വരുന്നതായിരിക്കും നല്ലത്. LDF വന്നിട്ട് P. രാജീവ് മുഖ്യമന്ത്രി ആവും നല്ലതായിരിക്കും. P. രാജീവ് മുഖ്യമന്ത്രിയാവണം. P. രാജീവ് മുഖ്യമന്ത്രി. എന്തുകൊണ്ടാണ് P. രാജീവിന് എത്രത്തോളം ഇഷ്ടം? P. രാജീവ് കഴിവുള്ള ആളാണ്, കഴിവുണ്ട്, ആദർശമുണ്ട്, ഉള്ളൊരു ഭേദം പുലിയാണ്. P. രാജീവ് ആവാനുള്ളത്. കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രിക്ക് സാധ്യതയുണ്ടോ? അത് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈവൻ LDF വന്നാലും ആദ്യം ഒരു വർഷം പിണറായി വിജയൻ ഭരിച്ചിട്ട് പിന്നെ വേറെ ആൾ വരുമെന്ന് പറയുന്നുണ്ട്. ശ്രീലജ ആണ് അവരോ പറയുന്നുണ്ട്. ശൈലജ ഇത് ട്രോളായിക്കോളും. ശൈലജ അങ്ങനെ വരുമെന്ന് പറയണ്ട, അറിയില്ല. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഒരു ക്രിക്കറ്റ് മാച്ച് പോലെയാണ്. അവസാനം പിഷാരി ജയിക്കുമെന്ന് അറിയില്ല. പിഷാരി പറഞ്ഞാൽ പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ കോമാഡി ഒന്നല്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും പറയും LDF ജയിക്കുമെന്ന് പറയുന്നുണ്ട്. അവസാനം ചിലപ്പോൾ UDF ജയിച്ചെന്ന് വരും. ഒരു അട്ടിമറി ഉണ്ടാവുക. ഒരു ക്രിക്കറ്റ് മാച്ച് പോലെയാണ്. അവസാന നിമിഷം വരെ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നമ്മുടെ രാജ്യം ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മോഡിയെക്കുറിച്ച് ഇവിടെ ഈ സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസ്സുകാരാണോ അറിയില്ല, മീഡിയക്കാർക്ക് കാശ് കൊടുത്ത് ഭയങ്കര നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മോഡി അദ്വാനിയെക്കാട്ടും അമിത്ഷായെക്കാട്ടുള്ള ബെറ്ററാണ്. ഇന്ത്യ വികസിക്കുന്ന ആഗ്രഹമുണ്ട്, ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് RSS തള്ളി പറയാൻ പറ്റില്ല, കാരണം പുള്ളി അതിലൂടെയാണ് വന്നത്. ഈ പറയുന്ന അത്ര മോശക്കാരനല്ല, ഇവിടുത്തെ മീഡിയക്കാരാണ് അങ്ങനെ ആക്കിയത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ കുറേ പണം കിട്ടിക്കൊണ്ട് GDP മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് പറയും. ആളുകൾ ഹാപ്പി ആവണമെങ്കിൽ ഒരു വികസനം കൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനത്തെ ദീർഘവികസനം പുള്ളിക്കില്ല. എന്തായാലും അദ്വാനിയെക്കാട്ടും അമിത്ഷായെക്കാട്ടുള്ള ബെറ്ററാണ്. പക്ഷേ കേന്ദ്രത്തിലായാലും ഇവിടെയാണെങ്കിൽ UDF വരുന്നതാണുള്ളത്. അഴിമതിയിലുണ്ടെങ്കിലും അക്രമ രാഷ്ട്രീയം ഉണ്ടാവില്ല, അവർ വരുന്നതായിരിക്കും നല്ലത്. പക്ഷേ അവർ ഈ കഴിവില്ലാത്തവർ മാർക്ക് കൊടുക്കണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലെ ആൾക്കാർ മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് വരും. അങ്ങനെ വരികയാണെങ്കിൽ നല്ലതായി. പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് വരുന്നതാണുള്ളത്. ഇപ്പോഴത്തെ കേരളത്തിലെ ടീം UDF മാറിക്കൊടുക്കേണ്ടതായ ഒരു നേതാവ് ആരായിട്ടാണ് തോന്നുന്നത്? അങ്ങനെ എനിക്ക് ചെന്നിത്തലയെ കുറിച്ച് വലിയ അഭിപ്രായമില്ല. ചെന്നിത്തല അത്ര കഴിവുണ്ട്, പക്ഷേ അത്ര നല്ല മനുഷ്യനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ മാറിക്കൊടുക്കണം. പക്ഷേ മാർക്ക് കൊടുത്തിട്ട് ആര് വരാനാണ്? ആരും ഇല്ലെന്ന്. ഇയാൾ ആകെ ഉള്ള VD സതീശനും ഇയാളുമാണ്.
എന്താ ചെന്നിത്തലയാണ്. രണ്ടുപേരും കണക്കാണ്. ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ സ്റ്റുഡൻസ് യൂണിയനിൽ നിന്നും മറ്റുമൊക്കെ വന്ന ഒരുപാട് നേതാക്കളുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ രമേശ് പിഷാരടി പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ സീറ്റ് കൊടുക്കുന്നത്? പാലക്കാട് പോലുമല്ല രമേശ് പിഷാരടി, എന്നിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒരു ഷുവർ സീറ്റ് ആ പ്രാദേശികമായിട്ട് പാലക്കാടുള്ള ഒരു കോൺഗ്രസ് നേതാവിനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ കൊടുക്കാത്തത്? എന്തുകൊണ്ടൊരു സാധാരണക്കാരന് കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് കിട്ടുന്നില്ല? സാധാരണക്കാരന് കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് കിട്ടുന്നില്ല. പാർട്ടിയിലുള്ള ആൾക്കാർക്കേ കൊടുക്കുള്ളൂ, അറിയപ്പെടുന്ന ആൾക്കാർക്കാണ്. ഒരു ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ എന്താ ഇവിടെ രാമകൃഷ്ണപിള്ളയോ ബാലകൃഷ്ണപിള്ള ഏതെങ്കിലും ഒരു ലോക്കൽ ആളെ പിടിച്ച് ഇറക്കി എല്ലാവരും വോട്ട് കിട്ടും. എന്തിനാണ് ഇവിടെ ഡോക്ടർ റോബിന് അല്ലെങ്കിൽ അഖിൽമാരാർ ചെയ്താണെല്ലാം പിടിച്ച് അവരിറക്കാൻ എന്തെങ്കിലും പോപ്പുലാരിറ്റി വേണ്ടേ? അല്ല, അപ്പോൾ പിന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ഈ സമരം ചെയ്യാനൊക്കെ പോകുന്ന എന്തിനാ? അണികൾ മണ്ടന്മാരാവുകയാണ്. ഈ അണികൾ വളരെ സെൻസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിലോട് കയറാൻ സിനിമ നടനായാൽ മതിയോ? രാഷ്ട്രീയത്തിലോട് കയറാനുള്ള മാർഗമാണോ? അല്ല രാഷ്ട്രീയത്തിലോട് കയറാനുള്ള സിനിമയിൽ ഇറങ്ങിയ ഫാൻസുകാർ മണ്ടന്മാരാവില്ലേ? എത്ര പേര് ലാലേട്ടൻ മമ്മൂക്കി ആത്മാർത്ഥനെ സ്നേഹിക്കുന്നു, അവർ അവസാനം മണ്ടന്മാരായി മാറുകയല്ലേ? അതിനാണ് അണികളിൽ നടന്നത്. അണികളിൽ സെൻസറായിട്ട് ഒരുപാട് പേരുണ്ട്, അവരൊന്നും ആവില്ല, നേതാക്കൾ വലിയ ആൾക്കാരാവുക. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള യോഗ്യത അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമല്ല, സിനിമ ഫേമസ് അതൊക്കെയാണോ? ഫെയിമാണ് ഇപ്പോൾ എല്ലായിടത്തും നോക്കുന്നത്. ഇപ്പം ഞാൻ പോലും സിനിമയിൽ അഭിനയിച്ചു, ഒരു എന്നെ സിനിമയിൽ അഭിനയിക്കാൻ കാരണം ഫെയിമാണ് ഇപ്പോൾ എല്ലായിടത്തും നോക്കുന്നത്. പ്രശസ്തര അല്ല, കഴിവൊന്നല്ല. സിനിമയിൽ തന്നെ കഴിവുള്ള എത്രയോ പേരുണ്ട്, അവർക്കൊന്നും ചാൻസ് കിട്ടുന്നില്ല. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെ അഭിനയിക്കണം. ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ സന്തോഷേട്ടൻ പറയുന്നു രാഷ്ട്രീയത്തിനോട് വലിയ താല്പര്യമില്ല എന്ന്. രാഷ്ട്രീയ നേതാവും താല്പര്യമില്ല, രാഷ്ട്രീയം നിരീക്ഷിക്കാൻ താല്പര്യമുണ്ട്, രാഷ്ട്രീയം വിശകലനം ചെയ്യാനും അവന് പറയാൻ താല്പര്യമുണ്ട്. എനിക്ക് സിനിമയായാലും രാഷ്ട്രീയം റിവ്യൂ ചെയ്യാൻ താല്പര്യമുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ അഖിൽമാരാറൊക്കെ നിലപാട് മാറ്റിയ പോലെ എന്തെങ്കിലും ഇനി രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏത് പാർട്ടി ആയിരിക്കും? എനിക്ക് കമ്മ്യൂണിസ്റ്റാണ്, പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭവം തന്നെയാണ് ഞാൻ. അപ്പോൾ LDF പാർട്ടിയിലായിരിക്കും ചേരാൻ പോകുന്നത് അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരിക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണ്, പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് യോജിപ്പില്ല. എന്നാലും ഇനി ഏത് പാർട്ടിയുടെ ഐഡിയോളജി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. അപ്പോൾ സന്തോഷ് വർക്കി ഇനി ഏതെങ്കിലും ഒരു സമയത്ത് രാഷ്ട്രീയത്തിലോട്ട് കടക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായിരിക്കും അല്ലേ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവം എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കയറുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് അവർ വിമർശിക്കുന്നത്, അല്ലാതെ ദേശം കൊണ്ടല്ല. അത് ജീർണിച്ച് പോകുന്നതിൽ വിഷമമുണ്ടായതുകൊണ്ടാണ് അവർ വിമർശിക്കുന്നത്, അല്ലാതെ ദേശം കൊണ്ടല്ല. നല്ലൊരു പ്രസ്ഥാനം, നല്ലൊരു ഐഡിയോളജിയാണ് കമ്മ്യൂണിസം. അതിപ്പോൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോശമാവുന്ന ആഗ്രഹത്തോടെ നല്ല ഉദ്ദേശത്തോടെ പറയണം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മൾ കേട്ടത് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്കുള്ള പ്രതികരണം എന്താണ്? അഭിപ്രായങ്ങളോട് യോജിപ്പൊന്നും പറ്റില്ല, പലർക്കും വിയോജിപ്പുണ്ടാവും. വിയോജിപ്പുണ്ടാവും, യോജിപ്പുണ്ടാവും. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും, കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആറട്ടണ്ണൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, സെറ്റ്.